നാരായണ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ വള്ളിയൂരപ്പ. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും ഇരുമ്പ് കൊണ്ടുമുള്ള 3 പുരങ്ങൾ സൃഷ്ടിച്ചതും അതിനുശേഷം ലോകത്തെ മുഴുവൻ ആക്രമിച്ച് കീഴടക്കിയതും പറഞ്ഞിരിക്കുന്നു. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് തുടർന്നാണ് ദേവന്മാർ ഭഗവാനെ തന്നെ പ്രാർത്ഥിച്ച് ഈ ശാപത്തുനിന്ന്, ഈ അപകടത്തുനിന്ന് രക്ഷ നേടേണ്ടതാണെന്ന് നാരദ മഹർഷി ഉപദേശിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഗണപതി ഭഗവാനെ തന്നെ ഉപാസിച്ചിട്ട് ദേവന്മാർ പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാൻ ത്രിപുരൻ്റെ കാലം കഴിയാറായി എന്ന് മാത്രം പറഞ്ഞ് അന്തർധാനം ചെയ്തു. അതിനുശേഷം ഭഗവാൻ ഒരു സൂത്രം പ്രയോഗിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. ആ സൂത്രം എന്താണെന്നാണ് ഇവിടെ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരു മിനിറ്റ്. ഗണപതി ഭഗവാൻ ഒരു ബ്രാഹ്മണ യുവാവിൻ്റെ വേഷം ധരിച്ചു. വേഷം ധരിച്ചിട്ട് ത്രിപുരാസുരൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് രാജാവിനെ കാണണമെന്ന് പറഞ്ഞു. അസുരൻ അതിഥി പൂജയൊക്കെ ചെയ്യുന്ന ആളാണ്, ബ്രാഹ്മണ പൂജ ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഉടനെ തന്നെ വിളിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ബ്രാഹ്മണൻ്റെ തേജസ് കണ്ടിട്ട് ത്രിപുരാസുരൻ വളരെയധികം ആകൃഷ്ടനായി. ഭഗവാന്റെ മായയിൽ ത്രിപുരം പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങ് ആരാണ്, എവിടുന്നാ വരണം, എന്തിനാ വന്നത്, ഞാൻ എന്താ അങ്ങേക്ക് ചെയ്തു തരേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ബ്രാഹ്മണ വേഷത്തിൽ വന്ന ഗണപതി ഭഗവാൻ ത്രിപുരനോട് പറഞ്ഞു, അസുരേശ്വര. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു രസമല്ലേ, അസുരേശ്വരൻ എന്നാണ് വിളിക്കുന്നത്. അസുരേശ്വരൻ, ഈശ്വര ശബ്ദവും അസുര ശബ്ദവും കൂടെ ഒന്നിച്ച് ചേർത്തിട്ടാണ് പറയണത്. അസുരേശ്വര, എൻ്റെ പേര് കലാധരൻ എന്നാണ്, ഞാനൊരു ബ്രാഹ്മണനാണ്. ഭഗവാൻ ശ്രീപരമേശ്വരൻ കൈലാസത്തിൽ വെച്ചിട്ട് പൂജ കഴിക്കണ വിശേഷമായിട്ടുള്ളൊരു ഗണപതി വിഗ്രഹം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മൾക്കൊന്നും അത് അപ്രാപ്യമാണ്. ശിവൻ്റെ നിന്ന് അതൊരിക്കലും കിട്ടില്ല. അത് ശിവൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന വിഗ്രഹമാണ്. ഞാനാണെങ്കിൽ ഗണപതി ഭക്തനാണ് നിന്നെപ്പോലെ. എനിക്ക് വളരെ കാലമായിട്ട് ആഗ്രഹമാണ് ശിവൻ്റെ കയ്യിലുള്ള ഗണപതി വിഗ്രഹം സംഘടിപ്പിക്കാൻ. പക്ഷേ അതൊരു മാർഗം തെളിഞ്ഞിരുന്നില്ല. അപ്പോഴാണ് ഞാൻ ഈ അടുത്ത് ഒരു കാര്യം അറിഞ്ഞു. നീ ശിവനെ കൈലാസത്തുനിന്ന് പുറത്താക്കിയിട്ട് മന്ദരഗിരിയിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. കൈലാസം നിൻ്റെ കൈവശമാണെന്ന്. അതുകൊണ്ട് ആ വിഗ്രഹം നിനക്ക് അവിടുന്ന് സംഘടിപ്പിച്ച് എനിക്ക് തരണതിന് വല്ല വിരോധമുണ്ടോ എന്ന് ചോദിച്ചു. ത്രിപുരം പറഞ്ഞു, അതിനെന്താ, എനിക്കുള്ളതൊക്കെ അങ്ങേക്കുള്ളത് തന്നെ, ഞാനത് കൈലാസത്തു നിന്ന് വരുത്തിയെടുപ്പിച്ച് തരാം എന്ന് പറഞ്ഞു. ഇങ്ങനെ കൈലാസത്തിൽ പോയിട്ട് ഈ വിഗ്രഹം എടുത്തുകൊണ്ട് വരാൻ വേണ്ടിയിട്ട് തൻ്റെ കുറച്ച് അസുരഭടന്മാരെ കൈലാസത്തിലേക്ക് പറഞ്ഞയച്ചു. നമ്മളങ്ങനെയല്ലേ, നമുക്ക് കുറേ പറമ്പും തെങ്ങും തോപ്പൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കുറച്ച് തേങ്ങ ഇട്ടിട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പണിക്കാരെ അയക്കണ മാതിരി കൈലാസത്തിലേക്ക് ചെന്നിട്ട് ആ വിഗ്രഹം കൊണ്ടുവരാൻ പറഞ്ഞു. ആ സമയത്ത് ഭഗവാൻ പരമേശ്വരൻ കൈലാസാദ്രിയെ വിട്ടിട്ട് മന്ദരപർവ്വതത്തിലേക്ക് പോയ സമയത്ത് ഈ ഗണപതിയുടെ വിഗ്രഹം എടുത്തിട്ട് കൂടെ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് കൈലാസത്തിൽ പോയി നോക്കിയിട്ട് അതിൻ്റെ മുക്കും മൂലയും തിരഞ്ഞു നോക്കിയിട്ടും അസുരഭടന്മാർക്ക് ഗണപതിയുടെ വിഗ്രഹം കിട്ടിയില്ല. അവർ വേഗം തന്നെ ഇത്രയും ദൂരം തിരിച്ച് ത്രിപുരാസുരൻ്റെ അടുത്ത് വന്നു. അന്നത്തെ മാതിരി വാട്സപ്പിലൊന്നും അയക്കാൻ പറ്റില്ലല്ലോ, ഫോണൊന്നും വിളിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ തിരിച്ചു വന്നു. ബ്രാഹ്മണൻ ഇവിടെ താമസിക്കുകയാണ്. അപ്പോഴും ത്രിപുരനോട് പറഞ്ഞു, ആ വിഗ്രഹം അവിടെ ഇല്ല, കൈലാസം മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി, ഗണപതിയുടെ വിഗ്രഹം അവിടെ ഇല്ല, അത് ശിവൻ കൊണ്ടുപോയിട്ടുണ്ടാവുമെന്നാണ് തോന്നണതെന്ന് പറഞ്ഞു. അപ്പോൾ ത്രിപുരൻ ഈ ബ്രാഹ്മണന് വളരെയധികം പാരിതോഷികങ്ങളും സമ്മാനങ്ങളൊക്കെ കൊണ്ടു കൊടുത്തു. ഇനി ഇദ്ദേഹം ശപിക്കാൻ പാടില്ലല്ലോ, അങ്ങ് കുറച്ച് ദിവസം കൂടെ ക്ഷമിച്ചിട്ട് എൻ്റെ കൂടെ ഇരിക്കണം, ഞാനത് ശിവൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയെങ്കിലും സംഘടിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും കുറേ അധികം പട്ടാളക്കാരെ മന്ദരഗിരിയിലേക്ക് പറഞ്ഞയച്ചു. മഹാദേവനെ മന്ദരഗിരി പോയിട്ട് ഈ അസുരകിങ്കരന്മാർ കണ്ടു. ഭഗവാൻ ചോദിച്ചു, എന്തിനാ വന്നത് നിങ്ങൾ? അതെ, നിങ്ങളുടെ കയ്യിലൊരു ഗണപതി വിഗ്രഹമില്ലേ, അത് കൊടുത്തയക്കാൻ പറഞ്ഞു മുതലാളി എന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഏത് വിഗ്രഹം? അല്ല, അങ്ങ് നിത്യം പൂജിക്കുന്ന ഒരു ഗണപതി വിഗ്രഹം ഉണ്ടല്ലോ, അതങ്ങോട്ട് കൊടുത്തയക്കാൻ പറഞ്ഞു. ഭഗവാൻ അങ്ങോട്ട് ദേഷ്യം വന്നു. ഭഗവാൻ പറഞ്ഞു, ആ വിഗ്രഹം ഞാൻ ആർക്കും കൊടുക്കില്ല, അതെൻ്റെ വിഗ്രഹമാണ്. മേലാൽ ഇങ്ങനത്തെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളായിട്ടും നിങ്ങോട്ട് വരരുതെന്ന് തൻ്റെ മുതലാളിയോട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയച്ചു. ഇത് ഈ അസുര പട്ടാളക്കാർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അവർ പറഞ്ഞു, മര്യാദയ്ക്ക് വിഗ്രഹം തന്നോ, ഇല്ലെങ്കിൽ നിൻ്റെ കാര്യം വളരെ കഷ്ടമാവും, ഇതിൻ്റെ ഭവിഷ്യത്തുകൾ ചിന്തിക്കാൻ പറ്റാത്തതിനപ്പുറത്തേക്കായിരിക്കും.
എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭഗവാന് തീരെ സഹിച്ചില്ല. ഭഗവാൻ അങ്ങോട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, ഇല്ലെങ്കിൽ ഒരു നിമിഷം അധികം നിന്ന ഒക്കത്തിന് ഞാൻ ഭസ്മാക്കുന്നു. അപ്പോൾ ഇവർ പേടിച്ച് ത്രിപുരൻ്റെ അടുത്തേക്ക് മടങ്ങി. ത്രിപുരനത് അറിഞ്ഞ് ഗർജിച്ചു. ശിവനിന്ദ ചെയ്യുക എന്നുള്ള ഒരു ധർമ്മച്യുതിയിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ള വിദ്യയാണിത്. ശിവപുരാണത്തിൽ വേറൊരു കഥയാണ്. മൊട്ടയടിച്ചിട്ടുള്ളൊരു സന്യാസി പോയിട്ട് ത്രിപുരന്മാരിൽ മൂത്തവനായിട്ടുള്ള വിദ്യുന്മാലിയെ കണ്ടിട്ട് പറയും, ഈ പൂജയൊന്നും ശരിയല്ല, ശരിക്കുള്ള വഴി ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ജൈനമതം പഠിപ്പിച്ചു എന്നാണ്. അങ്ങനെ അവരെ മാർഗഭ്രഷ്ടരാക്കിയപ്പോഴാണ് അത്ര സനാതനധർമ്മത്തിൽ നിന്ന് അവർ വിട്ടുപോയപ്പോഴാണ് മഹാദേവൻ അവരുടെ പുരങ്ങൾ നശിപ്പിക്കാൻ സാധിച്ചത് എന്നാണ് ശിവപുരാണത്തിലെ കഥ. അപ്പം ഭഗവാന്റെ കോപം കണ്ടപ്പോൾ അസുരദൂതന്മാർ പേടിച്ചിട്ട് വരണ്ടോടി. ദൂതന്മാർ വഴി ഈ വിവരം ത്രിപുരാസുരൻ അറിഞ്ഞു. അവൻ ഗർജിച്ചു. അവൻ ശിവനെ നിന്ദിക്കാൻ തുടങ്ങി. പടയിറക്കാൻ പറഞ്ഞു, സൈന്യത്തിനെ ഇറക്കുക, മന്ദരഗിരിയിലേക്ക് നമ്മുടെ സൈന്യം പോട്ടെ, ആ പർവ്വതത്തിനെ തന്നെ തല്ലി തകർത്തിട്ട് ആ പരമേശ്വരനെ വഴിയാധാരമാക്കിയിട്ട് അവനെ പിടിച്ചു കെട്ടണം എന്ന് പറഞ്ഞു. അസുര സൈന്യം ഇങ്ങനെ കടൽ പോലെ ഒഴുകി മന്ദരഗിരിയുടെ മുകളിൽ നിന്നിട്ട് മഹാദേവൻ കണ്ടു. എല്ലാ ദിക്കുകളിൽ നിന്നും കടൽ ഒഴുകി പരന്ന് വരുന്നത് പോലെ അസുരസൈന്യം വന്നുകൊണ്ടിരിക്കുന്നു. പൊടിപടലങ്ങളും യുദ്ധകാഹളങ്ങളും കൊടിക്കൂറകളും ഒക്കെ കണ്ടു. വിവരം അറിഞ്ഞിട്ട് ദേവന്മാരൊക്കെ കൂടെ മന്ദരഗിരിയിൽ മുകളിൽ നിന്ന് വന്നിറങ്ങി. എയർ ഡ്രോപ്പ്, ഹെലികോപ്റ്ററിൽ വന്നിട്ട് എയർ ഡ്രോപ്പ്. ഈ സൈന്യത്തിൻ്റെ ഇടയിൽ കൂടെ വരാൻ പറ്റില്ല. അവരെല്ലാം ആകാശമാർഗം വന്ന് മന്ദരഗിരിയിൽ ഇറങ്ങിയിട്ട് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരാലാവുന്ന ഒരു സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ആയുധങ്ങളുമായിട്ട് നിന്നു. വൈകാണ്ട ദേവാസുര യുദ്ധം തുടങ്ങി. അതിഭയങ്കരമായിട്ടുള്ള യുദ്ധം. ദേവന്മാർ ചെതറി ഓടി. അസുരസൈന്യം മലവെള്ളം വരണത് പോലെ പർവ്വതത്തിലേക്ക് എരച്ച് കയറി. സാധാരണ വെള്ളം ഓളുന്ന് താഴോട്ടേക്ക് ഇറങ്ങുക, ഇത് താഴ്ന്ന് മേലോട്ടേക്ക് വെള്ളം കയറി വരുന്നത് പോലെ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് അസുരസൈന്യം എരച്ച് കയറി വരുന്നത് കണ്ടിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ പകച്ചുപോയി എന്ന് പറഞ്ഞു. കാരണം വരബലമുണ്ടെങ്കിൽ എത്ര ശക്തനായിട്ടുള്ള ദേവനാണെങ്കിലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. മഹിഷൻ്റെ സൈന്യത്തിനെ മഹാദേവനോ നാരായണനോ ബ്രഹ്മദേവനോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അവർക്ക് ശക്തിയില്ലാത്തതുകൊണ്ടല്ലല്ലോ. വരബലം അങ്ങനെയാണ്. ഭഗവാൻ താൻ കൊടുക്കുന്ന വരങ്ങൾക്ക് വിരുദ്ധമായിട്ടൊന്നും ചെയ്യില്ല. അതെത്ര ആപത്താണെങ്കിലും. മനുഷ്യനാണെങ്കിൽ ആ വാക്ക് മാറ്റുക, ഭഗവാൻ വാക്ക് മാറ്റില്ല. തെറ്റും ശരിയും നല്ലതും ചീത്തയും ഒന്നും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയിലായിട്ടുണ്ടായിരുന്നു ത്രിപുരനപ്പോഴേക്കും. അഹങ്കാരം അതിൻ്റെ പരമകാഷ്ഠയിൽ. ഇനിയും ആ ഉണ്ടായിട്ടുള്ള ധിക്കാരം അവനെ ഇനിയും തെറ്റുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു. അവൻ്റെ മനസ്സിൽ മഹാദേവനോടുള്ള വൈരാഗ്യം, ആ ദേഷ്യം അങ്ങോട്ട് ഉറഞ്ഞുകൂടി. അവൻ ആലോചിച്ചു ഭഗവാനെ കൂടുതൽ സങ്കടപ്പെടുത്തുക, ഭഗവാനെ കൂടുതൽ ദ്രോഹിക്കാൻ എന്താ മാർഗം എന്ന് ആലോചിച്ചപ്പോൾ അവൻ്റെ തലയിലൊരു കുരുട്ടുബുദ്ധി വന്നു. ഇപ്പം കൈലാസത്തിൽ ശ്രീപാർവതി മാത്രമേ ഉണ്ടാവുള്ളൂ. ദേവി അവിടുന്ന് പോയിട്ടില്ല. ഭഗവാനെയാണ് മന്ദരഗിരിയിലേക്ക് പറഞ്ഞയച്ചത്. അവളെ പിടിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ നഗരത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചാൽ അത് ശ്രീപരമേശ്വരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയായിരിക്കും. എന്നിട്ട് ആ വിഗ്രഹം തരാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാം. റാൻസം, കിഡ്നാപ്പിന് തട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ മോചനദ്രവ്യം ചോദിക്കില്ലേ, അതുപോലെ ശ്രീപാർവതിയെ തട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ആ ഗണപതി വിഗ്രഹം മോചനദ്രവ്യമായിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ്, കൈലാസവും എൻ്റെ അധീനതയിലുള്ളതായതുകൊണ്ട് പാർവതിയെ പിടിച്ചുകൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, അവിടെയുള്ള സകല വസ്തുക്കളും എനിക്ക് സ്വന്തമാണ്, അതുകൊണ്ട് പാർവതിയും എനിക്ക് സ്വന്തമാണ് എന്ന് വിചാരിച്ചിട്ട് സ്വയം കൈലാസത്തിലേക്ക് പോയി. ഈ ത്രിപുരൻ്റെ വരവ് അമ്മ ദിവ്യദൃഷ്ടി കൊണ്ടറിഞ്ഞു. ദേവിക്ക് പരിഭ്രമമായി. സ്വന്തം അച്ഛനെ സ്മരിച്ചു. ഹിമവാൻ പ്രത്യക്ഷപ്പെട്ടു. അച്ഛാ, ഇങ്ങനൊരു ആപത്തിലാണ്, മഹാദേവൻ ഇവിടെ സ്ഥലത്തില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. മകളെ നീ എൻ്റെ കൂടെ വാന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ പർവ്വതത്തിൽ ഒരു ഗുഹയിൽ അമ്മയെ ഉള്ളിൽ കയറ്റിയിരുത്തി എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു, കുറച്ച് കാലത്തേക്ക് താമസിക്കാൻ. എന്നിട്ട് ആ ഗുഹയുടെ വാതിൽ വലിയൊരു പാറക്കല്ല് കൊണ്ടുവന്നിട്ട് അദ്ദേഹം അടച്ച് സീൽ ചെയ്തു. ശ്രീപാർവതി അതിൻ്റെ ഉള്ളിൽ പറ്റില്ല. ഇരുന്ന് മഹാദേവനെ ധ്യാനിക്കാൻ തുടങ്ങി. ത്രിപുരാസുരൻ കൈലാസാദ്രിയിൽ മുഴുവൻ പാർവതിയെ തെരഞ്ഞു നടന്നു, എവിടെയും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മ പൂജ കഴിക്കുന്ന ഗണപതിയുടെ വിഗ്രഹം അവിടെ കണ്ടു. ചിന്താമണി വിഗ്രഹം എന്ന് പറയും. ചോദിച്ചതൊക്കെ കൊടുക്കുന്ന, ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കുന്ന വിഗ്രഹം. ആ വിഗ്രഹം കയ്യിൽ കിട്ടി. ഓ, ഇനി ശിവൻ പൂജ കഴിക്കാൻ കിട്ടിയില്ലെങ്കിൽ എന്താ, ഇത് കിട്ടിയല്ലോ. അതിനെ എടുത്തിട്ട് തൻ്റെ നഗരത്തിലേക്ക് യാത്ര ചെയ്യും. ആ യാത്ര ആയ സമയത്ത്
ആദ്യം അസുരന്മാരൊക്കെ ജയ ജയ ജയ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ബാക്കിൽ വരുന്നുണ്ട് സൈന്യങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ജയകാരത്തിൻ്റെയൊക്കെ മുകളിലായിട്ട് ജയ ഗണേശ ജയ ഗണേശ ജയ ഗണേശ എന്നും പറഞ്ഞിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കണു. നോക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള ഗണപതി ഭക്തർ മുഴുവൻ ഇവൻ്റെ പുറകെ, ഇവൻ ഈ വിഗ്രഹം ശീവേലിയായിട്ട് എഴുന്നള്ളിച്ചുകൊണ്ട് വീണു എന്ന പോലെ ഇവർ അവൻ്റെ പുറകിൽ നാമജപ ഘോഷയാത്രയായിട്ട് പാട്ടും പാടിയിട്ട് വരികയാണ് ഈ വിഗ്രഹത്തിൻ്റെ പുറകിൽ. അപ്പോൾ ചുരുക്കി പറഞ്ഞ് ഇവന് തന്നെ നാണക്കേട് തോന്നി. കാരണം ഇവൻ്റെ സൈന്യത്തിനെക്കാട്ടിലും കൂടുതൽ ഗണപതി ഭക്തർ ഇവൻ്റെ പുറകെ ഈ ചിന്താമണി വിഗ്രഹം എടുത്തിട്ട് ഇവൻ പോകുമ്പോൾ ഇവൻ്റെ ആന ഈ വിഗ്രഹം എടുത്തിട്ട് പോകുന്നത് പോലെ അവന് സ്വയം തോന്നി. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത്ഭുതകരമായിട്ടൊരു സംഭവം ഉണ്ടായി. അവൻ്റെ കയ്യിലിരുന്ന ആ വിഗ്രഹം ഇരുന്നിരിപ്പിൽ കാണാണ്ടായിപ്പോയി, അപ്രത്യക്ഷമായി. കയ്യിൽ കെട്ടിയിട്ടുള്ള ആ അമൂല്യമായിട്ടുള്ള വിഗ്രഹം തൻ്റെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് കാണാണ്ടായപ്പോൾ അവൻ്റെ മനസ്സങ്ങട് വീണു. മാത്രമല്ല അത് വളരെ അശുഭമായിട്ടുള്ളൊരു ശകുനാണല്ലോ എന്ന് ചിന്തിച്ചു. കാരണം ഭഗവാനെ എഴുന്നള്ളിക്കുന്ന സമയത്ത് ഈ തിടമ്പ് താഴെ വീഴുക, നഷ്ടാവുക എന്ന് പറയും. അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അശുഭമായിട്ടാണ് പറയുക. ഇവിടെ കാണാണ്ടായിപ്പോയി, തിടമ്പ് കാണാതായിപ്പോയി. അജ്ഞാതമായിട്ടുള്ളൊരു ഭീതി അവൻ്റെ ഹൃദയത്തിനെ മതിച്ചു എന്നാണ് പറഞ്ഞു. ഭയമുണ്ടായി. മനുഷ്യനെപ്പോഴും ദുശകുനങ്ങൾ കാണും, പക്ഷെ ഭഗവാനെ അറിയുള്ളൂ വാസ്തവത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്ന്. എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 2-3 വർഷം മുമ്പ്, 3 വർഷം കോവിഡ് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലോക്ക്ഡൗൺ കഴിഞ്ഞിട്ട് പിന്നെ വരണ ഗുരുവായൂർ ആറാട്ടാണ്. പള്ളിവേട്ട ദിവസം ആൾക്കാരെ ഉള്ളിലേക്ക് വിട്ടു തുടങ്ങിയിട്ടില്ല. ദീപാരാധനയാണ്. വൈകുന്നേരം ഭഗവാനെ കൊടിമരത്തിൻ്റെ വശത്ത് കൊണ്ടുവന്ന് വെച്ച് പഴുക്കാമണ്ഡപത്തിൽ ഇരുത്തിയിട്ട് ദീപാരാധന. അത് കാണാനായിട്ട് ജനസഹസ്രങ്ങൾ ഇങ്ങനെ ക്യൂ നിന്നിട്ട് തൊഴാൻ വരും ഉള്ളിലേക്ക്. അവരെ ഉള്ളിലേക്ക് വിട്ടു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഗോപുരത്തിൻ്റെ അവിടെ ഉള്ളിൽ ഒരു വശത്ത് ഞാൻ നിൽക്കുന്നുണ്ട്. ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളിയിട്ടില്ല, ശീവേലിക്ക് പുറത്തേക്ക് വരണേ ഉള്ളൂ. അമ്പലം ഒഴിച്ചിട്ടിരിക്കുകയാണ്, അടിച്ചു കഴുകി വൃത്തിയാക്കി. ആരുമില്ല ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ജീവനക്കാരല്ലാതെ. അന്നൊരു നേതാവും പിന്നൊരു സിനിമാ നടനും മാത്രമാണ് അവരെ ഉള്ളിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ആ ഗോപുരത്തിൻ്റെ അവിടെ. ബാക്കി ആരുമില്ല. ഈ സമയത്ത് മേശാന്തി പുറത്തേക്ക് തൂവാനിറങ്ങി. ഭഗവാൻ പുറകെ വന്ന് ആനപ്പുറത്തേക്ക് കയറി. ആനപ്പുറത്ത് കയറിയ സമയത്ത് ഈ ആന മൂത്രം ഒഴിക്കാനായിട്ട് കണ നീട്ടിയപ്പോൾ പാപ്പാൻ എന്ത് ചെയ്തു, ഈ നേരത്താണോ എന്നുള്ള ഭാവത്തിൽ മറ്റേ വടി കൊണ്ട് അതിൻ്റെ കണയ്ക്കൊരടി വെച്ച് കൊടുത്തു. അത് വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ ആന അങ്ങോട്ട് തല കുടഞ്ഞു. കീഴ്ശാന്തി അതിൻ്റെ മുകളിൽ കയറിയിട്ട് ഭഗവാനെ ഉറപ്പിച്ചിട്ടില്ല, ഇരുന്നിട്ട് തന്നെ ഇല്ല. അദ്ദേഹത്തിന് പെട്ടെന്ന് പിടുത്തം കിട്ടിയത് ആനയുടെ കഴുത്തിലെ കയറാ. അതിൽ പിടുത്തം കിട്ടി. ഗുരുവായൂരപ്പനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചതാ. ആ ചേർത്തിങ്ങനെ പിടിക്കണ സമയത്ത് ഭഗവാന്റെ സ്വർണ്ണത്തിളമ്പിൻ്റെ താഴെ കമലതളം എന്ന് പറഞ്ഞൊരു പൂട്ടുണ്ട്. അതിങ്ങനെ ഛക്ക് ഇങ്ങോട്ട് ഓപ്പണായതും വിഗ്രഹം മാത്രം റോക്കറ്റ് പോലെ എയറിൽ പോണ കണ്ടു. തിടമ്പിൻ്റെ പ്രഭാമണ്ഡലവും പീഠവും മാത്രം കീഴ്ശാന്തര കയ്യിൽ. ഭഗവാൻ ആകാശത്ത് ഇങ്ങനെ പോവുകയാണ് മേലോട്ട്. അസ്തപ്രജ്ഞരായിട്ട് നോക്കി നിൽക്കാനേ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ പോയിട്ട് കൊടിമരത്തിൻ്റെ അപ്പുറത്ത് ബലിക്കല്ലിൻ്റെ വശത്തായിട്ട് ഭഗവാൻ മലക്കടിച്ചിട്ട് അങ്ങോട്ട് വീണു. വിഗ്രഹം അങ്ങനെ വീണു, അവിടെ കിടന്നു. അത് പിന്നീട് പുണ്യാഹമൊക്കെ ചെയ്തിട്ടാണ് അപ്പം തന്നെ എഴുന്നള്ളിപ്പ് പൂർത്തിയാക്കി. ഇത് ആരും അവിടെ ഉള്ളവരല്ലാണ്ട് ആരും അന്നത് കണ്ടിട്ടില്ല. അത് അന്ന് ആ സംഭവത്തിൻ്റെ സമയത്ത് കീഴ്ശാന്തി ആയിരുന്ന വ്യക്തിക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കി. അതെൻ്റെ അടുത്ത് ഒരാൾ വന്ന് പറയുകയും ചെയ്തു. വാസ്തവത്തിൽ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, ആ വിഷയം ചിന്തിച്ചു കഴിഞ്ഞാൽ, ആന തല കുടഞ്ഞപ്പോൾ ആ കീഴ്ശാന്തി അദ്ദേഹം ആ കൊടിമരത്തിൻ്റെ അവിടെയുള്ള റെയിലിങ്ങിൻ്റെ മുകളിലേക്ക് വീഴുമായിരുന്നു. വീണിരുന്നെങ്കിൽ എന്താ ദുരന്തം ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വാസ്തവത്തിൽ ഗുരുവായൂരപ്പൻ അദ്ദേഹത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അത് സ്വയം ഏറ്റെടുത്തതാണ്. നമ്മൾ കാണുമ്പോൾ അപശകുനാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അപ്പുറത്ത് ഭഗവാന്റെ നിശ്ചയം എന്തായിരിക്കും നമുക്ക് പറയാൻ സാധിക്കില്ല. ഞാൻ പലപ്പോഴും പല സ്ഥലത്തും സ്വകാര്യമായിട്ടുള്ള സദസ്സുകളിൽ ഞാൻ പറയാറുള്ളൊരു വിഷയമാണിത്. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇതൊരു പൊതുവേദിയിൽ പറയണത്. നമ്മളെന്താ പറയുക, ഭഗവാന്റെ തടമ്പ് വീഴും, ഓ ഭയങ്കര മോശം. പക്ഷേ ഭഗവാൻ കാണുന്നത് എന്താണെന്ന് നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം
എന്താണെന്നറിയില്ല. വാസ്തവത്തിൽ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട്, ആ കീഴ്ശാന്തി അദ്ദേഹം എത്ര ഭാഗ്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് വേണ്ടി ഭഗവാൻ തൻ്റെ ശരീരത്തിനെ, തൻ്റെ കൗതുകബിംബത്തിനെ റിസ്കിൽ ഇട്ടില്ലേ. മലക്കടിച്ചിട്ടാണ് വീണത്. അത് കമന്നടിച്ചാൽ വീണിരുന്നെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ പറയണ്ടല്ലോ. താമര എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്? ആ കയ്യിന് വരെ കേടുപാടുണ്ടാവുമായിരുന്നു. കാര്യമായിട്ട് ഒരു പോറലും പറ്റിയതുമില്ല വിഗ്രഹത്തിന് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ അത്ഭുതം. കാരണം അത് പോയ ഉയരം ഇന്നും ഓർമ്മയുണ്ട്. ശരിക്കും ഇങ്ങനെ മേലെ പോയിട്ട് താഴെ പോയി ലാൻഡ് ചെയ്തു. ആന നിൽക്കണത് ഇവിടെ, പോയി വീണതവിടെ. അപ്പോൾ ഭഗവാൻ അതിനെ ഏറ്റു. നമ്മൾ പറയില്ലേ, കൊച്ചുകുട്ടികൾ വീണ ഭൂമിദേവി താങ്ങി പറയും പണ്ട്. എൻ്റെ അമ്മൂമ്മയൊക്കെ പറയും, നമ്മൾ വീണ് കഴിഞ്ഞാൽ പറയും, തലയടിച്ചാലും കാര്യമായിട്ടൊന്നും പറ്റിയില്ല, ഇവരോ ഭൂമിദേവി താങ്ങി. അതുമാതിരി ഭഗവാൻ താങ്ങിയതാണെന്ന് പറയാം. അപ്പം ഞാൻ ഒന്ന് സന്ദർഭവശാൽ ഇത് പറഞ്ഞത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്നതൊക്കെ ചാടിക്കേറിയിട്ട് അപശകുനം അങ്ങോട്ട് വിധിക്കരുത്. ഭഗവാന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ആ കാരണം കൊണ്ട് അതിന് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരെ കുറ്റപ്പെടുത്താനും പാടില്ല. കാരണം എൻ്റെ ഓർമ്മയിൽ ആ കീഴ്ശാന്തി അദ്ദേഹത്തിനെ പലരും മനോഷമം ഉണ്ടാക്കുന്ന രീതിയിൽ സംസാരിക്കണത് ഞാൻ കേട്ടിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി, ഇവർ ഈ കുറ്റപ്പെടുത്തുന്നവർക്ക് അറിയില്ല അദ്ദേഹത്തിന് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഭാഗ്യം. അവൻ്റെ ആ വ്യക്തിയുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഭഗവാൻ സ്വയം തന്നെ അർപ്പിക്കുക ചെയ്തവിടെ. അപ്പോൾ ഇവിടെ അസുരനെ സംബന്ധിച്ചിടത്തോളം അസുരൻ അതൊരു അപശകുനായിട്ടാണ് കണ്ടത്. പക്ഷെ ലോകം കണ്ടത് അതൊരു മഹത്തായിട്ടുള്ള ശകുനായിട്ടാണ്. ആ വിഗ്രഹം അപ്രത്യക്ഷമായത്. എന്താണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരു പേടി തുടങ്ങി. കംസൻ ദുർനിമിത്തങ്ങൾ കണ്ടിട്ട് ഭയം മനസ്സിൽ കയറിയിട്ടാണ് ഇഞ്ചിഞ്ചായിട്ട് നശിക്കണത്. ഭീതി വന്നവനെ നശിപ്പിക്കാൻ എളുപ്പമാണ്. കംസൻ മരിച്ചു. 99% കംസൻ മരിച്ചിട്ടുണ്ടായിരുന്നു. ധനുർയാഗത്തിൻ്റെ സമയമായപ്പോഴേക്കും പേടിച്ചിട്ട്. കാണുന്നത് മുഴുവൻ ദുർനിമിത്തങ്ങളാണ്. ഭഗവാൻ വളരെ ചെറിയ ഒരൊറ്റ അടി കൊണ്ടാണ് കംസനെ കൊല്ലുന്നത്. കാരണം ആ ഒരു അടിക്കുള്ളതേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ അവിടെ. ആ സമയത്ത് ഭഗവാൻ പരമേശ്വരൻ ആ ത്രിപുരാസുരൻ്റെ വരസിദ്ധികളെക്കുറിച്ച് ആലോചിച്ചിട്ട് അത്ഭുതപ്പെടുകയായിരുന്നു. അദ്ദേഹം ഇരിക്കുന്ന സ്ഥലത്ത് ഇവന് ഇത്രയും ശക്തി എവിടുന്നാണ് കിട്ടിയത്? ഈ വരങ്ങളൊക്കെ ആരാ ഇവന് കൊടുത്തത്? എങ്ങനെ ഇവനെ അടക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരദ മഹർഷി അവിടെ വന്നു. ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചു. ഭഗവാൻ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അങ്ങ് വന്നത് കൃത്യസമയത്താണ്. എനിക്ക് വളരെ സന്തോഷമായി. അങ്ങ് ത്രിലോക സഞ്ചാരിയല്ലേ, അതുകൊണ്ട് പല രഹസ്യങ്ങളും അങ്ങേക്കും അറിയാനുള്ള സാധ്യതയുണ്ട്. ഈ ബലിഷ്ഠനായിട്ടുള്ള ത്രിപുരാസുരനെ എങ്ങനെയാ ഒന്ന് അമർച്ച ചെയ്യുക? ഇവൻ സകലതും എടുത്തുകൊണ്ട് പോവുകയാണ്. പ്രപഞ്ചത്തിൻ്റെ എല്ലാ സ്വത്തുക്കളെയും ഇവൻ അപഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാർവതി അവരെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയത് ഞാനിപ്പോഴാണ് അറിഞ്ഞത്. ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ നാരദമുനിക്ക് ആശ്ചര്യം തോന്നി. അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഒന്നും മിണ്ടിയില്ല. പക്ഷേ ഭഗവാനോട് എന്ത് പറയാനാ? ഞാൻ ചോദിക്കണ കേട്ടില്ലേ നാരദ, എന്തിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണം, ഒരു ഉത്തരം തരൂ, എനിക്ക് ഒരു എത്തിയും പിടിയും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ തന്നോട് ചോദിക്കണത് എന്ന് ഭഗവാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മുടെ ദിവ്യാസ്ത്രങ്ങൾ പോലും ത്രിപുരൻ്റെ കാര്യത്തിൽ നിഷ്ഫലമായിട്ടാണ് തീരണത്. ദേവന്മാർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങ് എന്തെങ്കിലും ഒരു വാക്ക് പറയൂ, എനിക്കെന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം കിട്ടട്ടെ അതിൽ നിന്ന് വീണ്ടും പറഞ്ഞു. നാരദൻ വീണ്ടും ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്താ ഈ പറയണത്? അങ്ങേക്കൊരു വഴി അറിയണില്ല എന്നോ? ഇത് പറയണത് സത്യമാണോ അതോ അങ്ങ് വെറുതെ എന്നെ കളിയാക്കാൻ വേണ്ടി തമാശയ്ക്ക് പറയുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാ ലോകങ്ങളെയും സംരക്ഷിക്കണം, അങ്ങേക്ക് ത്രിപുരനെ നശിപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഇനി ലോകത്തിനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് എൻ്റെ അടുത്ത് ചോദിക്കണതായിട്ട് അഭിനയിക്കുകയാണോ എന്നെനിക്ക് സംശയമുണ്ട്. അങ്ങയുടെ ചിന്തകളെയൊക്കെ മനസ്സിലാക്കാൻ ഈ ലോകത്തിൽ ആർക്കാ സാധിക്കുക? അപ്പോൾ ഭഗവാൻ പറയും, നാരദ, ഈ ലോകം മുഴുവൻ ഒരു മായാവസ്തുവാണ്. ഇവിടെ നടക്കണതൊക്കെ വെറും ലീലകളാണ്. പക്ഷെ ത്രിപുരാസുരൻ്റെ കാര്യത്തിൽ ഓർമ്മക്കുറവാണോ ശക്തിക്കുറവാണോ എന്താ എനിക്ക് സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. ഞാൻ അവനോട് എതിരിടാൻ പോകുമ്പോൾ എൻ്റെ ശക്തി ചോർന്നു പോയ പോലെയാണ് എന്ന് പറഞ്ഞു. കാരണം ഈ 3 ഗുണങ്ങൾ, ഈ സത്വരജസ്തമോ ഗുണങ്ങളും കൂടെ ചേർന്നിട്ടുണ്ടാവണം മായ ഘനീഭവിച്ച അവസ്ഥയിലാണ് ത്രിപുരൻ. അവനോട് എതിർക്കുമ്പോൾ ആത്മശക്തി വളരെയധികം ആവശ്യമാണ്. ആത്മാവാരാ? ശിവൻ തന്നെ. ശിവൻ്റെ ശക്തി ചോർന്നു പോവും. ആത്മാവിനെ ഉപാസനയില്ലാത്ത ആത്മാവ് മായയെ വലിച്ചു കീറാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതിനെ ഭേദിക്കണമെങ്കിൽ ചില്ലറ ഉപാസന പോരാന്നുള്ളതാണ്. അജ്ഞാതമായിട്ടുള്ള, എനിക്ക് ഇന്ന് വരെ കാരണം കണ്ടുപിടിക്കാൻ പറ്റാത്ത എന്തൊക്കെയോ ചില തടസ്സങ്ങൾ ബാധിച്ച പോലുള്ള ഒരു തോന്നലുണ്ട്.
അതിനെന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു. കുറച്ചു നേരം ഗാഠമായിട്ട് ആലോചിച്ചുകൊണ്ടിരുന്നിട്ട് നാരദൻ പറഞ്ഞു, എല്ലാ ഉപായങ്ങളുടെയും നാരായ വേരാണ് അവിടുന്ന്. ഈ ലോകത്തിൽ ആർക്കൊക്കെ എന്തൊക്കെ ദുഃഖം വരണോ അത് മുഴുവൻ തീർത്തു കൊടുക്കാൻ കഴിവുള്ള ആളാണ് അങ്ങ്. എനിക്കൊരു സംശയം, അങ്ങ് എന്നെ കളിയാക്കാൻ വേണ്ടിയിട്ടല്ലേ ഇത് എന്നോട് ചോദിക്കണത് എന്ന് വീണ്ടും ചോദിച്ചു. എന്നാലും അങ്ങ് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല എന്നുള്ള മഹദതിക്രമം വരാതിരിക്കാൻ, അങ്ങേ അനുസരിച്ചില്ല എന്നുള്ളത് വരാതിരിക്കാൻ ഞാൻ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു ബുദ്ധി പറയാം. എനിക്ക് തോന്നുന്നത് അങ്ങ് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഗണപതിയെ പൂജിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങയ്ക്ക് ഈ ഓർമ്മക്കുറവും ശ്രദ്ധക്കുറവും ഒക്കെ വരുന്നത്. പരാജയം കണ്ടത് അതുകൊണ്ടാണ്. അങ്ങ് ഭഗവാനെ പൂജ കഴിച്ചിട്ട് പുനരാരംഭിക്കേണ്ടതാണ് യുദ്ധം. അങ്ങനെയാണെങ്കിൽ വിജയം ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഭഗവാൻ പെട്ടെന്ന് പുരുകൻ ചൊളിച്ചിട്ട് ചോദിച്ചു, നാരദ നീ എന്താ പറഞ്ഞു? അവൻ എൻ്റെ മകനാണ്, അവനെ ഞാൻ എന്തിനാ പൂജ കഴിക്കേണ്ടത് എന്ന് ചോദിച്ചു. അച്ഛനായിട്ടുള്ള ഞാനൊരു കർമ്മത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ അറിഞ്ഞു വന്ന് സഹായിക്കേണ്ടത് മകനായിട്ടുള്ള അവൻ്റെ കർത്തവ്യമല്ലേ? അവൻ എന്നെ സഹായിക്കാണ്ടിരിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് അവൻ്റെ തെറ്റല്ലേ എന്ന് ചോദിച്ചു. അപ്പം നാരദ മഹർഷി ചിരിച്ചിട്ട് പറഞ്ഞു, പുത്രൻ സർവാരാധ്യനും പ്രഥമ പൂജനീയനും ആവണമെന്ന് പറഞ്ഞത് അച്ഛൻ തന്നെയാണ്. എന്നിട്ട് അച്ഛൻ തന്നെ നിയമം തെറ്റിക്കാൻ പാടുമോ ചോദിച്ചു. വളരെ സിമ്പിളായിട്ടുള്ള സ്ട്രെയിറ്റ് ചോദ്യമാണ്. ആരാണ് അദ്ദേഹത്തിനെ പ്രഥമ പൂജനീയനാണെന്നും സർവാരാധ്യനാണെന്നും പറഞ്ഞു വെച്ചത്? അച്ഛൻ തന്നെയാണ്, മഹാദേവൻ തന്നെയാണ്. ആ മഹാദേവൻ തന്നെ ആ റൂള് തെറ്റിക്കാൻ പാടുമോ എന്ന് ചോദിച്ചു. പിന്നെ വേറൊന്ന്, അങ്ങേക്ക് അറിയാം, എന്നാലും അങ്ങ് അറിയാത്ത മാതിരി കാണിക്കണം. അങ്ങയുടെ മകൻ്റെ വരശക്തി തന്നെയാണ് ത്രിപുരൻ്റെ ശക്തി. ഭഗവാനെ പൂജ കഴിക്കാണ്ട് അങ്ങ് യുദ്ധത്തിന് പോകണോണ്ടാണ് ആ ശക്തിയുടെ മുന്നിൽ അങ്ങേക്ക് തളർച്ച വരണത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഭഗവാന്റെ ഉള്ളിൽ ഒരു തെളിച്ചം വന്നു. സത്യമാണല്ലോ അദ്ദേഹം പറയണത്. പക്ഷേ അവൻ വരം കൊടുത്തിരുന്നു എന്നുള്ളത് എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ദിവ്യദൃഷ്ടിയിൽ കാണാൻ സാധിച്ചില്ല? അവൻ അതുപോലും മറച്ചു കളഞ്ഞോ? ഗണപതിയുടെ വരമാണ് ത്രിപുരൻ്റെ ശക്തി എന്ന് തനിക്കെന്താ ദിവ്യദൃഷ്ടിയിൽ കാണാഞ്ഞത് എന്ന് ആലോചിച്ചു. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, വെറുതെ അല്ല ത്രിപുരന് ഇത്ര ശക്തി എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. മഹർഷേ, ഈ ത്രിപുരനെ ആക്രമണത്തിന് പ്രേരിപ്പിക്കണ ശക്തി എൻ്റെ മകൻ ഗണപതിയുടെ അനുഗ്രഹമാണെന്നോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്താ പറയണത്? എനിക്കതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്ന്. അപ്പം നാരദൻ പറഞ്ഞു, സർവേശ്വര, അടിയൻ പറഞ്ഞ സത്യമാണ്. അങ്ങയുടെ മകൻ അത്ര പ്രഭാവശാലിയായിട്ടുള്ളൊരു ദേവനാണ്, അങ്ങേക്ക് അറിയാമല്ലോ. അവൻ്റെ പൂർണ്ണാനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ത്രിപുരന്. അതുകൊണ്ടാണ് അങ്ങേ നേരിടുന്നതിന് പോലുള്ള ധൈര്യം ഇവനുണ്ടായത്. ഇല്ലെങ്കിൽ ശിവനെതിരെ ആരെങ്കിലും യുദ്ധത്തിന് വരുമോ? അങ്ങ് വിഘ്നേശ്വരനെ പൂജിച്ച് ഗണേശനെ സംതൃപ്തനാക്കേണ്ടതാണ് എന്ന് പറഞ്ഞു. നാരദൻ്റെ ഉപദേശം കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ദാ ശുഭസ്യ ശീഘ്രം, ഉടനടിതാ ഞാൻ ഭഗവാനെ ഗണപതിയെ പൂജിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ് നാരദ മഹർഷി ഭഗവാനെ നമസ്കരിച്ച് അവിടുന്ന് പോയി ദണ്ഡകാരണ്യത്തിലേക്ക് വന്നു. ഛത്തീസ്ഗഡിലേക്ക് ദണ്ഡകാരണ്യത്തിലേക്ക് വന്നു മഹാദേവൻ. ദണ്ഡകാരണ്യത്തിൽ വന്ന് പരമേശ്വരൻ അതികഠിനമായിട്ടുള്ളൊരു തപസ് ആരംഭിച്ചു. 1000 ദിവ്യവർഷങ്ങൾ ഗണപതിയെ തപസ് ചെയ്തു എന്നാണ് പറഞ്ഞു. അങ്ങനെ തപസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ അവസാനത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ആദ്യ രൂപം ജസ്റ്റ് ഒന്ന് ആചാര്യം വായിച്ചതാണ്, എന്നാലും എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. പഞ്ചമുഖ വിനായകൻ്റെ അവതാരമാണ്. തതസ്തസ്യ മുഖാംഭോജാത് നിർഗതസ്തു പുമാൻ പര പഞ്ചവക്ത്രോ ദശഭുജോ ലലാടേന്ദു ശശിപ്രഭ മുണ്ഡമാലോ സർപ്പഭൂഷോ മുകുടാംഗദഭൂഷണ അഗ്ന്യർക്കശശിനോ ഭാസസ്ഥിരകുസകുർവൻ ദശായുധ തദ്ഭാസാദർശിതോ ദേവോ അപശദ്യുഗ്രം പുരസ്ഥിതം വിനായകം പഞ്ചമുഖം പഞ്ചാസ്യമപരം ശിവം. 5 മുഖമുള്ള ഒരു രൂപം മഹാദേവൻ്റെ മുഖത്ത് നിന്ന് തന്നെ പ്രത്യക്ഷപ്പെട്ടു. കാളി കണ്ഠത്തുനിന്നും വീരഭദ്രൻ തൃക്കണ്ണെന്നും ജടയെന്നും അല്ലെങ്കിൽ കാളി തന്നെ വീണ്ടും തൃക്കണ്ണെന്നും ഒക്കെ പ്രത്യക്ഷപ്പെടണം നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെ പഞ്ചമുഖ വിനായകൻ 5 മുഖത്തോടു കൂടിയിട്ടുള്ള ഭഗവാന്റെ മഹാദേവൻ്റെ തിരുമുഖത്തുനിന്ന് പ്രത്യക്ഷപ്പെട്ടു. 10 കൈകൾ, 5 മുഖം, ശിരസിലൊക്കെ ചന്ദ്രകല, സർവ്വവിധ ശൈവ ശാക്തേയ ലക്ഷണങ്ങളോടും കൂടിയിട്ടാണ്. പൂനിലാവ് പോലെ വെളുത്തിട്ട്, സാധാരണ ഗണപതിയുടെ നിറം ചുവപ്പാണ്, ഇവിടെ പൂനിലാവ് പോലെയാണ്. കണ്ടത്തിൽ
മുണ്ഡമാല ധരിച്ചിരിക്കുന്നു. വെട്ടിയെടുത്ത തലകൾ, കാളിയുടെ പോലെ മുണ്ഡമാല. വെട്ടിയെടുത്ത തലകളെന്ന് പറയാൻ കാരണം അത് കേൾക്കുമ്പോഴേക്കും അറപ്പും വെറുപ്പൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അക്ഷരങ്ങളാണ് മുണ്ഡമാല. 51 അക്ഷരം, 56 അക്ഷരം, 54 അക്ഷരം, എത്ര അക്ഷരം വെച്ചാൽ പ്രപഞ്ചത്തിൽ എന്തൊക്കെ അക്ഷരങ്ങളുണ്ടോ ആ അക്ഷരങ്ങളാണ് ഈ മുണ്ഡമാല. ശബ്ദങ്ങളാണ്, മന്ത്രശബ്ദങ്ങളാണ് ഈ കഴുത്തിൽ കിടക്കുന്ന തലയൊട്ടിമാല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെട്ടിയെടുത്ത തലകൾ. മാത്രമല്ല അനവധി സർപ്പങ്ങളെ ധരിച്ചിരിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ട 9 സർപ്പങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. നവനാരായണന്മാരെന്ന് പറയും. ഭഗവാന്റെ ശരീരത്തിൽ 9 സർപ്പങ്ങൾ. മഹാദേവനും അങ്ങനെയാണ്. വാസുകി അടക്കം 9 സർപ്പമാണ്. കഴുത്തിൽ സ്വർണ്ണവർണ്ണത്തിലുള്ള വാസുകി, ശിരസ്സിൽ ശംഖപാലൻ എന്ന് പറയുന്ന കറുത്ത കാളസർപ്പം, തുടങ്ങി 9 പേര്. ഇതൊക്കെ ഗണപതിക്കുണ്ട്. മാത്രമല്ല ഗണപതിക്ക് വേറൊന്നു കൂടിയുണ്ട്. വയറിൽ ഒരു ഉപവീതം പോലെ ഇങ്ങനെ കെട്ടിയിട്ടുമുണ്ട് സർപ്പത്തിനെ കൊണ്ട്. മിന്നണ മകുടം, അതിമനോഹരമായിട്ടുള്ള കിരീടം, നല്ല പ്രഭാപൂരമുള്ള കുണ്ഡലങ്ങൾ. അഗ്നിക്കോ സൂര്യനോ നിലാവിനോ ഒന്നും അദ്ദേഹത്തിനുണ്ടായിരുന്ന പ്രകാശം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. രൂപം വർണ്ണിക്കണം എന്തിനാ വെച്ചാൽ മനസ്സിൽ ഭഗവാനെ ധ്യാനിക്കാനാണ്. നന്നായി ധ്യാനിക്കുക. ആ സർവാംഗസുന്ദര സ്വരൂപനായിട്ട് പ്രത്യക്ഷപ്പെട്ട ഭഗവാന്റെ 10 കൈകളിൽ 10 തരം ആയുധങ്ങളുണ്ടായിരുന്നു. മഹാദേവൻ ഇങ്ങനൊരു രൂപം കണ്ടിട്ടേ ഇല്ല. വിസ്മയത്തോടു കൂടിയിട്ട് നോക്കി, ചുരുക്കി ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുള്ള അതേ ആയുധങ്ങൾ. ബിഭ്രദ്ധോർഭിഗുഢാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്തോ സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധയോ മുക്താപരാഗാമൃതരസകലിതാദ്രിപ്രഭ പഞ്ചഭക്ത്രസ്ത്രക്ഷഘോടീരഘോടീ ഗടിരതൗകിനരോ നിഷ്കലാതുംഗമൗലി. ഭഗവാന്റെ പഞ്ചാക്ഷരത്തിൻ്റെ ധ്യാനമാണ്. അതിൽ 5 മുഖമാണ് ഭഗവാന്. 10 കൈകളിൽ 10 ദിവ്യായുധങ്ങളായിട്ടാണ്. അതിനൊരു ക്രമമുണ്ട്. ആ ക്രമത്തിൽ തൻ്റെ തന്നെ രൂപമാണ് അവിടെ കാണുന്നത്. അതാണ് ഈ പൂനിലാവിൻ്റെ നിറം എന്ന് പറയുന്നത്. ശിവൻ്റെ നിറം എന്താ? വെളുത്തിട്ടായിരിക്കുക. അതേപോലെ വെളുത്തിട്ട് 5 തലയുള്ള ഗണപതി. ഒറ്റ വ്യത്യാസം, തല ആനയുടെയാണ്, ബാക്കിയൊക്കെ ശിവൻ. തൃക്കണ്ണടക്കം എല്ലാം ഉണ്ട്. ശിവൻ ഗണപതിയായി മാറിയോ എന്ന് തോന്നിപ്പോവും. അപ്പോൾ ഭഗവാൻ തൻ്റെ മുഖം തന്നെ കണ്ണാടിയിൽ മുഖങ്ങൾ മാത്രം ആകൃതി മാറിയിട്ട് കാണുന്ന മാതിരി നോക്കി എന്നാണ് പറഞ്ഞത്. ഇത് എന്നെ തന്നെയല്ലേ കാണുന്നത്? ആത്മാവ് ശുദ്ധബുദ്ധി ഉപാസിച്ചാൽ അവനവനെ തന്നെ കാണുക. അതാണ് അതിൻ്റെ അർത്ഥം. അവനവനെ തന്നെ കാണാനാണ് ഈ ഉപാസനകളൊക്കെ ചെയ്യണത്. അത് ഭഗവാൻ തന്നെ നമുക്ക് കാണിച്ചു തരും. ഇനി ഇത് ത്രിപുരാസുരൻ്റെ മായയായിരിക്കുമോ എന്ന് അദ്ദേഹം ആലോചിച്ചു. ഇത് സാധകന്മാർക്ക് പറ്റുന്നൊരു സംഭവമാണ്. ഭഗവാനെ കാണുമ്പോഴും വിശ്വസിക്കാൻ പറ്റില്ല. സന്താനോപാലൻ പറയുമ്പോൾ പറയാറില്ലേ, ഒരു സാധകൻ്റെ സഞ്ചാരമാണ് വാസ്തവത്തിൽ സന്താനഗോപാലൻ കഥ, അല്ലാണ്ട് മക്കളുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള കഥയല്ലത്. ബ്രഹ്മാകാര വൃത്തിക്ക് വീഴ്ച സംഭവിക്കുന്നതും, അങ്ങനെ വീഴ്ച സംഭവിക്കുമ്പോൾ ഭഗവാന്റെ കൈപിടിച്ച് തന്നെ ബ്രഹ്മബോധത്തിലേക്ക് നമ്മൾ ചെല്ലേണ്ടതിൻ്റെയും ആവശ്യകതയാണ് അത് കാണിച്ചു തരുന്നത്. സാധനയുടെ തുടക്കത്തിൽ ഇരുട്ട് മാത്രമാണ് കാണുക, പേടിക്കും. അതാണ് ആ ലോകാലോക പർവ്വതം കിടക്കുന്ന സമയത്ത് ഇരുട്ടാണ്. സുദർശനമാണ് എന്നിട്ട് വഴി കാണിക്കണത്. എല്ലാറ്റിലും ഭഗവാനെ കാണാനുള്ള കഴിവാണ് സുദർശനം, സമ്യക്കായ ദർശനം. അവസാനം ഭഗവാനെ കാണാറാകുമ്പോൾ, വൈകുണ്ഠത്തിനോടടുക്കുമ്പോൾ, സാക്ഷാത്കാരത്തിനോടടുക്കുമ്പോൾ അപ്പോഴും സാധകൻ്റെ മനസ്സ് പെട്ടയ്ക്കും, വിറയ്ക്കും അങ്ങോട്ട്. അതാണ് ആ കുതിരകളടക്കം വിറയ്ക്കുന്നത്, ഇന്ദ്രിയങ്ങൾ വിറയ്ക്കണതാണ് ആ കാണിക്കുന്നത്. അപ്പോഴും ഭഗവാന്റെ കൈ മുറുകെ പിടിക്കണം നമ്മൾ. സാക്ഷാത്കാരം വരുന്ന സമയത്തും ഒരു വിറ വരുന്നതാണ്. അങ്ങനെ കാണുമ്പോൾ മാത്രമാണ് അത്രേ ഭൂമാവിനെ കാണാൻ സാധിക്കുക, ഭഗവാനെ. അതുതന്നെ ഇവിടെ പറയണത്. ശ്രീപരമേശ്വരന് പോലും തോന്നുകയാണ് ഇത് മായാരൂപമാണോ എന്നൊരു ഭയം. ഈ കാണുന്നത് യഥാർത്ഥ സാക്ഷാത്കാരമാണോ അതോ മായയാണോ എന്നൊരു ഭയം വരികയാണ്. സ്വപ്നമായിരിക്കുമോ എന്ന് വരെ വിചാരിക്കും. പിച്ചും ഞാൻ കാണുന്നത് ഇനി സ്വപ്നമാണോ? പിന്നെയാണ് മനസ്സിൽ തോന്നുക ആ ആദിദേവനായിട്ടുള്ള ബ്രഹ്മസ്വരൂപിയായിട്ടുള്ള വിനായകൻ്റെ സാക്ഷാൽ രൂപം തന്നെയല്ലേ എന്ന് തോന്നും. ഇങ്ങനെ ഭഗവാന്റെ ചിന്താക്കുഴപ്പം മനസ്സിലാക്കിയപ്പോൾ ആ 5 മുഖമുള്ള പഞ്ചമുഖ വിനായകൻ ഭഗവാനോട് പറഞ്ഞു അത്രേ, പ്രഭോ പിതാവേ, അങ്ങ് എന്താ ചിന്തിച്ച് നിൽക്കണത്? ഞാൻ ഗണപതി തന്നെയാണ്. എൻ്റെ യഥാർത്ഥ രൂപം ബ്രഹ്മദേവനോ ദേവന്മാർക്കോ ഋഷിമാർക്കോ ആർക്കും അറിയില്ല. വേദോപനിഷത്തുക്കളിലും 6 ശാസ്ത്രങ്ങളിലും ചർച്ച ചെയ്തിട്ട് മതിയായിട്ടില്ല. പൂർണ്ണരൂപത്തിനെക്കുറിച്ച് ആർക്കും അറിയില്ല. ഈ കഥ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇത് ഗണപതി എന്ന് പറയുന്ന നമ്മൾ സാധാരണ ഉപദേവനായി ശിവപുത്രനായി കാണുന്ന ആളെക്കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. ബ്രഹ്മത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ബ്രഹ്മത്തിനെ
ആർക്കും നിർവചിക്കാൻ സാധിക്കില്ല. അതിൻ്റെ ഒരു രൂപമായിട്ട് അതാത് പുരാണങ്ങളിൽ അതാത് ദേവതകളുടെ ഉപാസകർക്ക് വേണ്ടിയിട്ട് ഭാഗവതമാണെങ്കിൽ നാരായണനായിട്ടും ശിവപുരാണമാണെങ്കിൽ ശിവനായിട്ടും ദേവിയുടെ പുരാണങ്ങളാണെങ്കിൽ ദേവിയായിട്ടും ഗണപതിയുടെ ആണെങ്കിൽ ഗണപതിയായിട്ടും സുബ്രഹ്മണ്യൻ്റെ ആണെങ്കിൽ സുബ്രഹ്മണ്യനായിട്ടും സൂര്യൻ്റെ ആണെങ്കിൽ സൂര്യൻ്റെ ആയിട്ടും ഒക്കെ ഇതേ ബ്രഹ്മം തന്നെയാണ് വിളങ്ങിക്കൊണ്ടിരിക്കുന്നതെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ചരാചരങ്ങളെയും ബ്രഹ്മത്തെയും അനന്തമായ ബ്രഹ്മാണ്ടങ്ങളെയും നിയന്ത്രിച്ച് പാലിക്കണവനാണ് ഞാൻ. 3 ഗുണങ്ങളും എന്നിൽ തന്നെയാണ് ഇരിക്കുന്നത്. സത്വവും രജസ്സും തമസ്സും എൻ്റെ റിഫ്ലക്ഷൻസാണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ ജീവിതം അനുഭവിക്കുന്നത് മുഴുവൻ നല്ലതും ചീത്തി അനുഭവിക്കുന്ന മുഴുവൻ ഈ 3 ഗുണങ്ങളെ വെച്ചിട്ടാണല്ലോ. സത്വഗുണം അധികരിച്ചിരിക്കുമ്പോൾ നമ്മളെപ്പോലെ നല്ലവരെ കാണില്ല. വളരെ വളരെ നല്ല സ്വഭാവമായിരിക്കും നമ്മുടെ ആ സമയത്ത്. രജോഗുണം വരുമ്പോൾ നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കും, കർമ്മശേഷി ഉണ്ടാവും, ജയിച്ച് കാണിക്കണം ജീവിതത്തിൽ എന്നുള്ളൊരാഗ്രഹം ഉണ്ടാവും. തമോ ഗുണം വരുമ്പോൾ ഉറക്കം തൂങ്ങിയിരിക്കും. ഞാൻ സാധാരണ പറയാറുണ്ട്, തമോ ഗുണം ഉണ്ടോ നമ്മളെന്ന് അറിയാൻ ഏറ്റവും എളുപ്പമുള്ളൊരു ടെസ്റ്റ് സത്സംഗം നടക്കുന്ന സ്ഥലത്ത് പോയിട്ടിരിക്കുക, അല്ലെങ്കിൽ നാമം ജപിക്കുക. ഉറക്കം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പാണ് തമോ ഗുണമുണ്ട്. തമോ ഗുണം ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും ബെസ്റ്റ് പരിപാടി അതാണ്. സത്സംഗം നടക്കണം, ഭഗവാന്റെ നാമം മുഴങ്ങണ സ്ഥലത്ത് പോയിട്ട് ഇരുന്നാൽ ഉറക്കം വരണമെങ്കിൽ ഉറപ്പിച്ചോളൂ തമോ ഗുണം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. സർവത്തിൻ്റെയും നാഥനായിട്ട് സ്ഥിതി ചെയ്യണവനാണ് ഞാൻ, പക്ഷേ എല്ലാറ്റിനും വേറിട്ട് നിൽക്കുന്നു. ഗീതയിലും ഇതന്നെയല്ലേ പറയണം, ഞാൻ എല്ലാറ്റിലും പ്രവേശിച്ചിട്ടുണ്ട്, എന്നാൽ ഇതിന്നൊക്കെ വ്യത്യസ്തനാണ് ഞാൻ എന്ന് ഭഗവാൻ പറയണു. അതേ തത്വങ്ങൾ തന്നെയാണ് ഇതിലും വരുന്നത്. സൃഷ്ടി സ്ഥിതി സംഹാരാദി കർമ്മങ്ങളുടെ ആരംഭം കുറിക്കണ ആദിദേവൻ ഞാൻ തന്നെയാണ്. ചിട്ടയായിട്ട് അങ്ങ് ചെയ്ത ഈ പ്രാർത്ഥന എനിക്ക് വളരെ സന്തോഷമുണ്ടാക്കി. ഞാൻ അതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അങ്ങയുടെ ഏത് കർമ്മത്തിന് വിഘ്നം വന്നു പറയൂ, കർമ്മം എന്തു ആയിക്കൊള്ളട്ടെ, ഞാൻ അങ്ങേക്കത് ഭംഗിയാക്കിയിട്ട് നിറവേറ്റി തരാച്ചാന്ന് പറഞ്ഞു. ഭഗവാന്റെ ആ പ്രസന്നമായിട്ടുള്ള മുദ്രയും വരം കൊടുക്കാനുള്ള ആ ഇച്ഛയും ഒക്കെ കണ്ടിട്ട് ശ്രീപരമേശ്വരൻ്റെ ഒരു സ്തുതിയുണ്ട്. ഭഗവാൻ മകനെ സ്തുതിച്ച കഥ, ഒരു സ്തോത്രം, അതും ആചാര്യം വായിച്ചിരുന്നു. ഒരു ശ്ലോകം മാത്രം. ദശാഭിനേത്രാണി മമാദ്യധന്യാന്യഥോ ഭുജാപൂജനതസ്തവാദ്യ തവാനതേ പഞ്ചശിരാംസി ധന്യാന്യതസ്തുതേ പഞ്ചമുഖാനി ദേവ. അങ്ങേ പൂജിച്ച കാരണം കൊണ്ട് എൻ്റെ 10 കൈകളും അങ്ങേ കണ്ട 15 കണ്ണും, ഇതിൽ പക്ഷെ 10 കണ്ണെന്നേ പറയുന്നുള്ളൂ, എന്നാലും 15 കണ്ണും അങ്ങേ നമസ്കരിച്ചത് കൊണ്ട് എൻ്റെ 5 ശിരസ്സും അങ്ങയുടെ നാമങ്ങൾ ഉരുവിട്ടത് കൊണ്ട് എൻ്റെ 5 നാവുകളും ധന്യമായി എന്നാണ് പറഞ്ഞു എന്ന് ആത്മാവ് പറയുന്നു. അതുകൊണ്ട് രജോ ഗുണം കൊണ്ട് അങ്ങ് സമസ്ത സൃഷ്ടികളും നിർവഹിക്കണം, സത്വഗുണം കൊണ്ട് പരിപാലിക്കണം, തമോ ഗുണങ്ങൾ കൊണ്ട് സംഹാരം ചെയ്യണം. അവിടുന്ന് നിത്യനാണ്, നിരപേക്ഷനാണ്, ദയ രൂപമെടുത്തവനാണ് അവിടുന്ന്, കർമ്മസാക്ഷിയാണ്, ആദിദേവനാണ്. ഇങ്ങനെയൊക്കെ അനവധി വാക്കുകളെ കൊണ്ട് ആ ബ്രഹ്മബോധത്തിനെ, തനിക്ക് കിട്ടിയ സാക്ഷാത്കാരത്തിനെ ഭഗവാൻ ഉറപ്പിക്കുന്നു ആ സമയത്ത്. എന്നിട്ട് പറയും, ത്രിപുരാസുരൻ ത്രിലോകങ്ങളിലും എല്ലാ നല്ല കർമ്മങ്ങൾക്കും വിഘ്നം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ വിഘ്നത്തിനെയാണ് എനിക്ക് മാറ്റി തരേണ്ടത്, അവനെ നിഗ്രഹിക്കാനുള്ള വഴി എനിക്ക് തരണം പറയും. അപ്പോൾ മഹാദേവൻ്റെ ആ അഭ്യർത്ഥന കേട്ടിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ്റെ അടുത്ത് പറയും, ഞാൻ അങ്ങേക്ക് വിശേഷമായിട്ടുള്ളൊരു ഉപാസനാ വഴി പറഞ്ഞുതരാം. ആ ഉപാസന ചിട്ടയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അങ്ങേക്ക് നിശ്ചയമായിട്ടും ത്രിപുരന്മാരെ വധിക്കാൻ സാധിക്കുന്നു. ഇതിൽ നമുക്കുള്ള ഉപദേശമാണ് ശരിക്കിരിക്കുന്നത്. ഭഗവാൻ എന്താ പറയണമെന്ന് വെച്ചാൽ, ഞാനീ പറഞ്ഞു തരുന്ന ഉപാസന നിങ്ങൾ കൃത്യമായിട്ടും അർത്ഥവത്തായിട്ടും ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളിലുള്ള സത്വരജസ്തമോ ഗുണങ്ങൾ ചേരുന്ന മായയെ നശിപ്പിച്ച് ഈശ്വര സാക്ഷാത്കാരം കിട്ടും. ത്രിപുരത്തെ കത്തിക്കേണ്ടത് നമ്മുടെ കത്താണ്. കഴിഞ്ഞ പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, പാലാഴിമഥനം കഥ മനസ്സിലാക്കിയാലേ ത്രിപുരദഹനത്തിൻ്റെ അർത്ഥം മനസ്സിലാവുള്ളൂ. പാലാഴിമഥനം നമ്മുടെ അകത്ത്, നമ്മൾ LKG ക്ലാസ്സിൽ ഇരുന്ന് ഡിഗ്രി വരെ എത്തുന്ന കാലമാണ്. അതായത് നമ്മുടെ ഉള്ളിലുള്ള യോഗശക്തിയെ ഉണർത്തുന്ന വിദ്യയാണ് പാലാഴിമഥനം കഥ. മന്ദരപർവ്വതം എന്ന് പറഞ്ഞാൽ നമ്മുടെ നട്ടല്ല, വാസുകിയുടെ 2 അറ്റങ്ങൾ ഇടയും പിങ്കളിയാകുന്ന നാഡികളാണ്. ദേവാസുരന്മാർ നമ്മളിലുള്ള കഴിവുകേടുകളുമാണ്. പ്രാണനെ കൊണ്ടാണ് നമ്മൾ നട്ടലിനെ കടയണത്. ചക്രങ്ങൾ ഓരോന്നായിട്ട് ഭേദിക്കുമ്പോഴാണ് ഓരോ പ്രോഡക്റ്റുകൾ വരും. ആദ്യം നമ്മുടെ കർമ്മദോഷമൊക്കെ പുറത്തേക്ക് വരും. അതാണ് കാളകൂടം. നമ്മൾ അനേക ജന്മങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ കർമ്മദോഷങ്ങളും പുറത്തേക്ക് വിഷത്തിൻ്റെ രൂപത്തിൽ വരും. ആ വിഷത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ അതുകൊണ്ട് നശിപ്പിക്കപ്പെടേണ്ടത് നമ്മുടെ നല്ല കഴിവുകളല്ല, നമ്മളിലുള്ള ദുഷ്ടവാസനകളാകണം അസുരന്മാരാണ്. അതുകൊണ്ടാണ് തലയ്ക്കൽ നിന്നവർക്കാണ് അത് കിട്ടിയത്. എപ്പോഴും തലയ്ക്കൽ നിൽക്കണതാണല്ലോ മുകളിൽ വരിക.
ദുഷ്ടവാസനകളായിരിക്കും മനുഷ്യന് മുകളിലുണ്ടാവുക. അപ്പോൾ അത് നശിപ്പിക്കപ്പെടുകയാണ്. അതിനെ, ആ കർമ്മത്തിനെ നശിപ്പിക്കണമെങ്കിൽ, പൂർണ്ണമായിട്ടും നശിപ്പിക്കണമെങ്കിൽ അത് ആത്മാവിലേക്ക് നിക്ഷേപിക്കണം. ആത്മാവ് ശിവനാണ്. ഭഗവാൻ അത് ഭക്ഷിച്ചു. വേറൊരാൾക്കും അത് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആത്മാവിന് മാത്രമേ കർമ്മത്തെ സംഹരിക്കാൻ സാധിക്കുള്ളൂ. അതിനെ പൂർണ്ണമായിട്ട് ഒതുക്കി ഇനി ജന്മമില്ലാത്തവണ്ണം ആക്കി തീർക്കുക എന്നുള്ളതാണ് നീലകണ്ഠൻ്റെ തത്വം. ഇനി അതിൻ്റെ ഉള്ളിൽ അനവധി വേറെ വസ്തുക്കൾ വരുന്നുണ്ട്. അതൊന്നും ഇപ്പോൾ നമുക്ക് വിസ്തരിക്കാൻ സമയമില്ല. എന്നാലും ചുരുക്കി പറയാം, നട്ടെല്ലിനെ കൃത്യമായ ശ്വാസനിയന്ത്രണമില്ലാതെ യോഗാഭ്യാസത്തിന് പോയി കഴിഞ്ഞാൽ പണി കിട്ടും. പ്രാണായാമം നന്നായിട്ട് ഉറപ്പിക്കണം. ഇന്നത്തെ കാലത്ത് യോഗ ക്ലാസ് പറഞ്ഞിട്ട് പോണ മാതിരി പോയിട്ട് കാര്യമില്ല. വർഷങ്ങളോളം യമവും നിയമവും അനുസരിച്ച് ഒരു ഘട്ടം എത്തിയാൽ മാത്രമാണ് ആസനങ്ങൾ പണ്ട് പഠിപ്പിച്ചിരുന്നത്. ഇന്നങ്ങനെയല്ല. ആദ്യം തന്നെ വായും ചുരുട്ടിയിട്ട് പോവും. യോഗ മാറ്റ് കക്ഷത്തും വെച്ചിട്ട് യോഗ പഠിക്കാൻ പോവും. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള 8 അംഗങ്ങളുള്ള യോഗമാണ് അഷ്ടാംഗ യോഗം, പതഞ്ജലി മഹർഷി. അപ്പോൾ പ്രാണൻ കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ യോഗവിദ്യ നേരാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മന്ദരപർവ്വതം ചെളിയിൽ താഴ്ന്നു പോകുന്നതും കറക്കാൻ പറ്റാണ്ടാവുന്നതും. അപ്പോൾ ഭഗവാൻ കൂർമ്മമായിട്ട് വന്നിട്ട് പർവ്വതത്തിനെ ഉയർത്തി അതിൻ്റെ മുകളിൽ നിർത്തിയിട്ടാണ് ഇതിനെ കറക്കണത്. പിന്നെ കൂർമ്മ ശബ്ദത്തിന് ആമാന്ന് മാത്രമല്ല അർത്ഥം, കൂർമ്മ ശബ്ദത്തിന് പ്രാണൻ എന്നർത്ഥം. പ്രാണനെ ഉറപ്പിച്ച് നിർത്തിയാൽ, പ്രാണനെ അധിഷ്ഠാനമാക്കിയിട്ട്, വാസ്തവത്തിൽ നമ്മൾ കൂർമാസനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ആവണപ്പലയാണെങ്കിലും നമ്മൾ പീഠപൂജ ചെയ്യുമ്പോൾ ചെല്ലുന്ന മന്ത്രങ്ങളും ഒക്കെ പ്രാണനെ ഉറപ്പിച്ച് നിർത്തി അതിൽ ഭഗവാനെ ഇരുത്താനാണ്. പ്രാണൻ ശ്വാസത്തിനെ കൃത്യമായിട്ട് ഉറപ്പിച്ചിരുത്തുക. അതാണ് പ്രാണൻ്റെ മഹിമ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ എല്ലാ വിളക്കുകളിലും താഴെ കൂർമ്മത്തിനെ കാണുന്നത്. ആമയെ കാണാമല്ലോ, ഏത് ദീപസ്തംഭത്തിൻ്റെ താഴെ പോയി കഴിഞ്ഞാലും ആ പ്രാണനാണത്, പ്രപഞ്ചപ്രാണനാണ് ആ കൂർമ്മം. അപ്പോൾ ഇങ്ങനെയാണ് പാലാഴിമദനത്തിൻ്റെ വരുന്നത്. അപ്പോൾ അങ്ങനെ ശക്തി കിട്ടിയ ഒരു യോഗി, അമൃതം കിട്ടിയ യോഗിക്കും വീണ്ടും മായയുടെ സ്വാധീനം കൊണ്ട്, സത്വരജസ്തമോ ഗുണങ്ങളുടെ ആക്രമണം കൊണ്ട് നശിക്കാം എന്നുള്ളതാണ് ത്രിപുരൻ്റെ മുന്നിൽ ശിവൻ വിറച്ചു പോകുന്നത് കാണുന്നു. അപ്പോൾ വീണ്ടും ശുദ്ധബുദ്ധിയുടെ ഉപാസനയെ കൂടെ, അഹങ്കാരത്തിൻ്റെ നിരാസത്തിൽ കൂടെ, അഹങ്കാരത്തിനെ ഇല്ലാണ്ടാക്കിയിട്ട്, അഹങ്കാരച്ച 2 തരം. ഒന്ന് ഞാനൊരു സംഭവമാണെന്നുള്ളതും, 2 എന്നെക്കൊണ്ട് ഒന്നിന് കൊള്ളില്ല എന്ന് പറയണതും. രണ്ടും അഹങ്കാരം. നമ്മുടെ വിചാരം ഞാൻ സംഭവമാണെന്ന് പറഞ്ഞ് മാത്രമാണ് അഹങ്കാരം. നേരെ തിരിച്ച ശരിക്ക് ഈ ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും അപകടം പിടിച്ച അഹങ്കാരം. ആധ്യാത്മികതയിൽ ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല, എനിക്കിതൊന്നും പറഞ്ഞിട്ടില്ല, എനിക്കതിനുള്ള സൗകര്യമില്ല, എനിക്കതിനുള്ള സാഹചര്യമില്ല, ഇങ്ങനെ പറഞ്ഞിട്ട് വിലപിക്കുന്നതാണ് ഏറ്റവും വലിയ നഷ്ടം. അപ്പോൾ ശരിക്കും അങ്ങനെയുള്ള അഹങ്കാരത്തിനെ ഇല്ലാതാക്കുക. തനിക്ക് കിട്ടിയ യോഗശക്തികളിലും മറ്റും അഹങ്കാരം വരുമ്പോൾ നാച്ചുറലി ഒരു ഉപാസകൻ താഴെ വീഴും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആദ്യകാലത്ത് നല്ല ഉപാസനയൊക്കെ ചെയ്യും. കുറച്ച് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് നമസ്കരിക്കും. പിന്നെ അവനെ കൂടെ കൂട്ടും. വേറെ 2 പേര് വരും, 3 പേര് വരും. ഇൻസ്റ്റിറ്റ്യൂഷനാവും, സ്കൂളാവും, കോളേജാവും, ആശ്രമമാവും, പലതാവും. അവസാനം ഈ സിൽബന്ദികളുടെ മുഴുവൻ തടവിലിരിക്കുന്ന ഒരാളായിട്ട് മാറേണ്ടി വരും. ഇത്രയും ശക്തിയുള്ള ഒരാൾക്ക് അതിൽ പരം ഒരു ദുരിതം വരാനില്ല ആ വ്യക്തിക്ക്. അങ്ങനെ സംഭവിക്കുമ്പോൾ ഫർദർ സാധനങ്ങളൊക്കെ മുടങ്ങിപ്പോവും. ഭഗവാൻ അത് റെപ്രസെൻ്റ് ചെയ്യുന്നു. ശിവൻ ആദ്യം പരാജയം രുചിക്കണ ഭഗവാൻ ഇങ്ങനെ സാക്ഷാത്കാരം കിട്ടിയിട്ടും കുടുങ്ങിപ്പോണ ആത്മാവിനെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ആ സത്വരജസ്തമോ ഗുണങ്ങളെ, അഹങ്കാരത്തിനെ എങ്ങനെ നശിപ്പിക്കും? ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവനവൻ്റെ സ്വരൂപത്തെ തന്നെ ധ്യാനിച്ച് കണ്ടെത്തി ആ സ്വരൂപത്തിൻ്റെ ശുദ്ധാവസ്ഥ, ശുദ്ധബുദ്ധിയായിട്ടുള്ള ഗണപതിയെ ഉപാസിച്ചു. അത് കിട്ടി. അപ്പോൾ അങ്ങനെ കഴിഞ്ഞപ്പോൾ ഇനി എങ്ങനെ ഇതിനെ നിലനിർത്തണം? വീണ്ടും രക്ഷപ്പെട്ട് കയറി വന്നു, വീണ്ടും രക്ഷപ്പെട്ട് സാക്ഷാത്കാരം കിട്ടി. പക്ഷേ ഈ സാക്ഷാത്കാരത്തെ നിലനിർത്തണം. ഭക്തി നിരന്തരാഭ്യാസ. എന്നെങ്കിലും ഒരു ദിവസം ഒരു ഇഞ്ചക്ഷൻ എടുത്തു എന്നുള്ളതുകൊണ്ട് എല്ലാ കാലത്തേക്കും അതിൻ്റെ ഗുണം കിട്ടില്ല. എന്നും ഏത് നിമിഷവും നിരന്തര സ്മരണ ചെയ്യണം, ഇല്ലെങ്കിൽ കാര്യമില്ല. അതിനെന്താ മാർഗം എന്നാ ഭഗവാൻ ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്നത്. അതൊരു മുഖവരെ പറഞ്ഞു എന്നേ ഉള്ളൂ, അധികം സമയം എടുക്കില്ല. 14 നിർത്തണം എനിക്ക്. എന്നാലും ഭഗവാൻ പറയുക, ഞാനൊരു വിദ്യ പറഞ്ഞു തരാം അങ്ങേക്ക്. പുരത്രയത്തിനെ അങ്ങേക്ക് വീഴ്ത്താൻ സാധിക്കും ഒറ്റ അസ്ത്രം കൊണ്ട്. ആ ദൈത്യനെ ഭസ്മാക്കാനും സാധിക്കും. അങ്ങ് ആകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, എൻ്റെ സഹസ്രനാമങ്ങളെ ജപിക്കുക. ഗണപതിയുടെ സഹസ്രനാമത്തിൻ്റെ മഹത്വം പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നമ്മളിപ്പോൾ ദിവസവും രാവിലെ അത് ആദ്യം ചൊല്ലി പിന്നെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ടാണ് പാരായണം ആരംഭിക്കുന്നത്. ഇപ്പോൾ നമ്മളത് കേൾക്കുകയും ചെയ്തു. വീണ്ടും ഒരാവർത്തി കൂടെ ഫലശ്രുതിയോടുകൂടി തന്നെ ആചാര്യനതിവിടെ പാരായണം ചെയ്തു. ആ സഹസ്രനാമങ്ങളെ പഠിക്കുക. യുദ്ധകാലത്തിൽ ഇത് പഠിക്കുക എന്നാണ് പറഞ്ഞത്.
എന്താ യുദ്ധകാലത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞത്? യുദ്ധകാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾക്ക് വരുന്ന സമയത്തൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ ഏറ്റവും വലിയ പോരാട്ടം അവനവൻ്റെ ഉള്ളിലുള്ള ദുർവാസനകളെ ജയിക്കാനാണ്. അവനവൻ്റെ ഉള്ളിലുള്ള ദുർവാസനകളെ ജയിക്കാനാണ് ഏറ്റവും വലിയ പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ സമയത്തൊക്കെ ഇത് പായിക്കണം എന്നാണ്. അസുരന്മാരെ നിഗ്രഹിച്ചാലും ദുർവാസനകളെ മുഴുവൻ നിഗ്രഹിച്ചാലും 3 സന്ധ്യകളിലും ഇതിൻ്റെ ജപം കൊണ്ട് മനുഷ്യർക്ക് എല്ലാവിധ ആഗ്രഹങ്ങളും സാധിക്കും, എല്ലാവിധ സൗഖ്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞു മഹാദേവൻ. എന്നിട്ട് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ സഹസ്രനാമത്തെ സ്വീകരിച്ചു, പൂജിച്ച് നമസ്കരിച്ചു എന്നാണ് പറയണം. മകനെ തന്നെ, സ്വന്തം മകനെ തോളത്തിരുത്തിയിട്ട് പ്രണവോപദേശം സ്വീകരിച്ച ആളാണ് മഹാദേവൻ. ഭഗവാൻ ഈഗോ ഒന്നുമില്ല അല്ലേ? സുബ്രഹ്മണ്യസ്വാമിയെ തോളത്തിരുത്തിയിട്ടല്ലേ ഓംകാരത്തിൻ്റെ അർത്ഥം സ്വീകരിച്ചാലേ സ്വാമിനാഥൻ എന്ന് ഭഗവാന് പേര് സുബ്രഹ്മണ്യസ്വാമിക്ക്. അതേമാതിരി ഈ മകൻ്റെ കാൽക്കലും അവൻ്റെ തത്വം അറിഞ്ഞിട്ട് ഭഗവാൻ നമസ്കരിച്ചു. എന്നിട്ട് എല്ലാവരുടെ അടുത്തും പറഞ്ഞു, ഇത് ഞാൻ ഈ തപസ് ചെയ്ത സ്ഥലം മണിപുരം എന്ന പേരിൽ ലോകം മുഴുവൻ പ്രസിദ്ധമാവും. എല്ലാ ദേവന്മാർക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാവും, എല്ലാ മനുഷ്യർക്കും ഇവിടെ വന്ന് തീർത്ഥാടനം ചെയ്യാവുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചു. ഭഗവാൻ അപ്രത്യക്ഷനായി, ഗണപതി ഭഗവാൻ. അതിനുശേഷം വേഗം ചെന്ന് തൻ്റെ ഭാര്യയായിട്ടുള്ള ശ്രീപാർവതിയുടെ അടുത്ത് ഭഗവാൻ, നമ്മുടെ മകൻ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഞാനിന്ന് കണ്ടു എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു. മാത്രമല്ല ഭഗവാൻ ഇനി ത്രിപുരവധം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ആലോചിച്ചിട്ട് എല്ലാവരും സന്തോഷിച്ചു എന്ന് പറഞ്ഞിട്ട് നിർത്തുമ്പോൾ വ്യാസമഹർഷി ബ്രഹ്മദേവനോട് ചോദിക്കുക, നിൽക്കൂ, ബാക്കി കഥ പറഞ്ഞതിന് മുമ്പ് ആ ഗണേശൻ്റെ സഹസ്രനാമങ്ങളെ ഒന്ന് വിസ്തരിച്ച് പറയണം. ശിവന് വേണ്ടിയിട്ട് എന്തിനാണ് അത് പറഞ്ഞു കൊടുത്തത്, എങ്ങനെയാണത് ഉപദേശിച്ചത്, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുത്തരമായിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് നമ്മൾ സഹസ്രനാമമായിട്ട് പിന്നെ കേൾക്കുന്നത്. ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ സ്വഭാവത്തിലുള്ള നാമങ്ങൾ നമുക്ക് ഗണേശ സഹസ്രനാമത്തിൽ കാണാൻ സാധിക്കും. ഭഗവാന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള സഹസ്രനാമം ഇതുതന്നെയാണ്. അതുമാതിരി അഷ്ടോത്തരമുണ്ട്. വിനായകോ വിഘ്നരാജ ഗൗരീപുത്രോ ഗണേശ്വര സ്കന്ധാഗ്രജവ്യപ്പൂതക്ഷാദിക്ഷോദിജപ്രിയ അഗ്രിഗർഭചതീന്ദ്ര ശ്രീപ്രദോ വാണിപ്രദോവ്യ സർവസിദ്ധിപ്രദ സർവദനേ സർവരീപ്രിയ സർവാത്മക സൃഷ്ടികർത്താ ദൈവോനേകാർച്ചിത ശിവകശുദ്ധോ ബുദ്ധിപ്രിയ ശാന്തക ബ്രഹ്മചാരി ഗജാനക ദൈവമാത്രയോമനുസ്തുത്യ ഭക്തവിഘ്നവിനാശ ഏകദന്തചതുർബാഹു ചതുരശക്തി സംയുത ലംബോദര ശൂർപ്പകർണ ഹരിർബ്രഹ്മവിത്തമ കാലോ ഗ്രഹവതി കാമി സോമസൂര്യാഖിലോചന പാശാങ്കുശധര ഛണ്ഡ ഗുണാതീതോ നിരഞ്ജന അകൽമഷ സ്വയം സിദ്ധ സിദ്ധാർച്ചിത പദാംബുജ ബീജപൂരഫലാസക്ത വരദശാശ്വതകൃതി ദ്വിജപ്രിയോ വീതഭൈകദീചക്രീക്ഷുജാപതൃ ശ്രീദോജ ഉത്പലകരക സ്തുതിഹർഷിത കുലാദ്രിപേത്താ ജടില കരികന്മഷനാശന ചന്ദ്രചൂടാമണി കാന്ത പാവഹാരി സമാഹിത ആശ്രിത ശ്രീകരക സൗമ്യ ഭക്തവാഞ്ചിതായക ശാന്ത കൈവല്യസുഗത ചിദാനന്ദ വിഗ്രഹ ജ്ഞാനീദയായുധോ ദ്വാന്ത ബ്രഹ്മദ്വേഷവർജിത പ്രഭുത്തദൈത്യഭഗത ശ്രീകണ്ഠോ വിദേശര രമാർച്ചിതോ വിതിർ നാഗരാജയത്നോ വിധവാൻ സ്ഥൂലകണ്ഠ സ്വയംകർത്ത സാമഘോഷപ്രിയപര സ്ഥൂലതുണ്ടോ അഗ്നിരുദ്ര വാഗീശസിദ്ധിദായക ദുർവാവില്യപ്രിയ വ്യക്തമൂർത്തിരത്ഭുതമൂർത്തിമാൻ ശൈലേന്ദ്രദല്ലോത്സംഗകേലനോത്സവാനസസ്വലാവണ്യ സുധാസാർജിത മന്മത വിഗ്രഹ സമസ്ത ജഗദാധാരോ മായി മൂഷകവാഹന കൃഷ്ടക തുഷ്ടക പ്രസന്നാത്മാ സർവസിദ്ധിപ്രദായക അഷ്ടോത്തര ശതനാംനാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന മനോഹരമായിട്ടുള്ള ഭഗവാന്റെ അഷ്ടോത്തരം ചില പാഠങ്ങളിൽ കാണാം. ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാഠത്തിൽ അഷ്ടോത്തരം വരുന്നില്ല. ലളിതാ സഹസ്രനാമം ജപിച്ചിട്ട് ലളിതയുടെ ത്രിശതിയും അഷ്ടോത്തരവും ജപിക്കണം എന്നുള്ളത് പോലെ തന്നെ ഗണേശൻ്റെ സഹസ്രനാമം ചൊല്ലിയിട്ട് അഷ്ടോത്തരം ചെല്ലുന്നത് വളരെ വിശേഷമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഋഷി മഹാഗണപതി തന്നെയാണ്. അതായത് ഈ സഹസ്രനാമം ആദ്യമായിട്ട് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് അഥവാ തോന്നിയത് അദ്ദേഹത്തിന് തന്നെയാണ്. ശ്രീ മഹാഗണപതി തന്നെയാണ് ഈ മന്ത്രത്തിൻ്റെ ഋഷി. അതേപോലെ ആരാണ് ദേവത എന്ന് ചോദിച്ചാൽ സ്വാനന്ദേശനായിരിക്കുന്ന ബ്രഹ്മണസ്പതി, ആത്മാനന്ദത്തിലിരിക്കുന്ന ബ്രഹ്മബോധത്തോടുകൂടിയിരിക്കുന്ന ബ്രഹ്മം തന്നെയാണ് ദേവത. ബോധവസ്തു ആരാണോ അതാണ്. അതുകൊണ്ട് ഗണപതിയാണ് ദേവത എന്ന് പറയാൻ പറ്റില്ല ഗണേശ സഹസ്രനാമത്തിന്. ആ മൂർത്തിയുടെ ഭാവത്തിലല്ല, ബ്രഹ്മത്തിൻ്റെ ഭാവത്തിലാണ് ദേവതയെ കൊടുത്തിരിക്കുന്നത്. അനവധി ഛന്ദസ്സുകളാണ്. ഹും എന്നുള്ളതാണ് അതിൻ്റെ ബീജമന്ത്രം, ഗം എന്നുള്ളത് ശക്തിമന്ത്രം, സ്വാഹ എന്നുള്ളത് ശക്തി എന്നുള്ളത് കീലകം. സകല വിഘ്നവിനാശനത്തിനായിട്ട് ബ്രഹ്മണസ്പതിയുടെ പ്രീത്യർത്ഥത്തിന് വേണ്ടിയിട്ട് ജപിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രഹ്മാനന്ദത്തെ തരണവൻ, ബ്രഹ്മാനന്ദത്തിൻ്റെ അധിപതിയായിട്ടിരിക്കണവനെ സന്തോഷിപ്പിക്കാനായിട്ടാണ് പറയണം. പിന്നെ ന്യാസങ്ങൾ പറയുന്നു. എല്ലാത്തരം ആദ്യം കരന്യാസാദികൾ പറയണു, അതിനുശേഷം ഹൃദയാന്യാസങ്ങൾ പറയണു. നമുക്കിപ്പോൾ ഇവിടെ അതൊന്നും വിസ്തരിക്കാനുള്ള സമയമില്ല.
അതിനുശേഷം ധ്യാനം പറഞ്ഞു. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാ പറയുന്നത്. നല്ല ചുവന്ന നിറമുള്ള രക്തത്തിൻ്റെ കടൽ, രക്തച്ച മനുഷ്യരക്തത്തിൻ്റെ കടൽ എന്നല്ല, കടലിൻ്റെ നിറം ചുവന്നതാണ്, റെഡ് സീ ആണ്, ചെങ്കടല, നല്ല ചുവന്ന വെള്ളം. അങ്ങനെ ചുവചുവാന്നുള്ള വെള്ളത്തിൽ വെളുത്ത താമരപ്പൂവിലിരിക്കുന്ന ദേവനെയാണ് സങ്കല്പിക്കേണ്ടത്. നമ്മൾ പ്രാണശക്തിയുടെ ധ്യാനം ചെയ്യുമ്പോൾ പ്രാണശക്തി ഇതേമാതിരി ചുവന്ന കടലിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുക. ജീവനാണ് ഈ ചുവന്ന കടൽ, അതുകൊണ്ടാണ് രക്തവർണ്ണം കൊടുത്തിരിക്കുന്നത്. ജീവനിൽ അധിവസിക്കുന്ന ശുദ്ധബുദ്ധിയാണ് ഗണപതിയുടെ ഭാവത്തിൽ നമ്മൾ ഇതാക്കുന്നത്. വെൺതാമരപ്പൂവാണ് ശരിക്കും ആ രക്താംബോജ എന്ന് പറഞ്ഞിട്ടുള്ള ധ്യാനം അങ്ങനെയാണ് വരുന്നത്. ഇതിൽ 3 കണ്ണാണ്, പാശവും അങ്കുശവും ധരിച്ചിട്ടുണ്ട്, പരശു മഴു അതുമാതിരി അഭയവരത മുദ്രകളും അദ്ദേഹം ധരിച്ചിട്ടുണ്ട്. പത്നിമാർ 2 പേരും ഉണ്ട്, സിദ്ധിയും ബുദ്ധിയുണ്ട്, സർവശക്തിയുക്തനായിട്ടാണ്. അതേപോലെ തന്നെ ഇളം ചുവപ്പ് നിറമുള്ളൊരു രക്തചന്ദ്രക്കലയാണ് അത്ര ധരിച്ചിരിക്കുന്നത്. ഇളം ചുവപ്പ് നിറമുണ്ട് ആ ചന്ദ്രകലയ്ക്ക്. കാണുന്നവർക്ക് മനസ്സിലുള്ള എല്ലാ ഭയങ്ങളെയും മാറ്റിക്കൊടുക്കുക. അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വലിയതായിട്ടുള്ള ഉരുണ്ട് വീർത്ത് വലിയ അങ്ങനെ തൂങ്ങിക്കിടക്കണ കൊടവയറാണ് ലംബോദരം. ഗണപതി ഭഗവാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധിക്കേണ്ട അവയവത വിഗ്രഹമാണ് ഈ വയറ് തടവി കൊടുക്കാൻ പറയും. സന്തോഷമാണ് ഒരു ഗണപതി ഭഗവാന്റെ വയറ് തടവി കൊടുക്കുക. ഹനുമാൻ സ്വാമിക്ക് വാല്, ഗണപതി ഭഗവാന് വയറ്. അതേപോലെ ആനയുടെ മുഖം, അതും ഗജമുഖൻ തന്നെ പറയണം. ആ ഗജശബ്ദം ഞാൻ 1-ാം ദിവസം പറഞ്ഞിരുന്നു. ഗ എന്ന് പറഞ്ഞാൽ ജനിച്ചതൊക്കെയും എങ്ങോട്ടാണോ ഒഴുകുന്നത് ആ യാത്രയാണ് ആ ഗ ശബ്ദം കൊണ്ട്. ഭാഗവതത്തിൽ ജന്മാദ്യസ്യ യഥാ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. ബ്രഹ്മസൂത്രത്തിൻ്റെ 2-ാമത്തെ സൂത്രം എന്ന് പറഞ്ഞിട്ട് ഞാൻ 1-ാം ദിവസം പറഞ്ഞിരുന്നു ഇതിൻ്റെ ആ ഗ എന്നുള്ള ശബ്ദം. അപ്പോൾ ബ്രഹ്മത്തിലേക്കുള്ള ഒഴുക്ക്, അതും ബ്രഹ്മം തന്നെ, ഒഴുകാൻ വേറൊന്നുമില്ല, ബ്രഹ്മം തന്നെ ബ്രഹ്മത്തിലേക്ക് ഒഴുകുള്ളൂ. ജ അവസാനം ചെന്ന് ചേരുന്ന ലക്ഷ്യം, അത് രണ്ടും ചേർന്ന ഗജ, ഗജശബ്ദം കൊണ്ട് ബ്രഹ്മം തന്നെ. അപ്പോൾ ബ്രഹ്മം മുഖമായിട്ടുള്ളവൻ ഗജമുഖൻ, അല്ലാണ്ട് ആനമുഖൻ എന്നുള്ള അർത്ഥം എടുക്കേണ്ടതെന്ന് ഞാൻ നിരുക്തത്തിൻ്റെ കണക്കന്ന് വേദത്തിൻ്റെ ഡിക്ഷണറിയൊക്കെ പറഞ്ഞിട്ട് 1-ാം ദിവസം ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള ഗജാനനെ, ആ അദ്ദേഹത്തിനെ സകല പരിവാരങ്ങളോടും സിദ്ധിബുദ്ധി സഹിതനായിട്ടും ലക്ഷലാഭ സംയുക്തനായിട്ടും ബ്രഹ്മണസ്പതിയെ ശക്തികളോടും ആയുധങ്ങളോടും വാഹനത്തോടും ഒക്കെ ആഭരണങ്ങളോടും കൂടിയിട്ട് നമസ്കരിച്ച് പൂജിച്ചിട്ട് വേണത്ര ഇത് വായിക്കാൻ. ശരിക്കും അർച്ചന കഴിച്ചിട്ട് വേണം. ഗണപതിക്ക് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഭഗവാന് വേണ്ടിയിട്ടൊരു മിഠായി എങ്കിലും വെക്കണം, ഒരു തേങ്ങാപ്പൂളെങ്കിലും വെക്കണം, അല്ലെങ്കിൽ ഒരു കഷ്ണം ശർക്കരയെങ്കിലും വെക്കണം. എന്തെങ്കിലും കൊടുക്കാണ്ട് ഗണപതിയുടെ ഒരു ഉപാസനയും ചെയ്യരുത്. വീട്ടിലാണ് സമയമില്ലാണ്ട് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ടോ 2 ബദാമോ എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കണം. സമർപ്പിക്കാതെ ജപിക്കരുത്. ഇതിൻ്റെ ഒരു 2 മിനിറ്റ് എടുത്തിട്ട് ഞാൻ ഈ സഹസ്രനാമത്തിൻ്റെ ഒരു ഘടന പറഞ്ഞിട്ട് ആ ത്രിപുരദഹനം എന്നുള്ള അധ്യായം വായിച്ചിട്ട് നമുക്ക് പിന്നെ പാരായണത്തിലേക്ക് പോവാം. ആദ്യം വരണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും ഞാനിപ്പോൾ ഇതിൽ ഓരോന്നും എടുത്തിട്ട് പറയാനുള്ള സമയമില്ല നമുക്ക്. എന്നാലും ഇതിനെ ചിലൊരു ക്രമമായിട്ട് കൊടുത്തു. ഇപ്പോൾ നമ്മൾ സഹസ്രനാമങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ ആണെങ്കിലും അമ്മയുടെ ആണെങ്കിലും ലളിതയാണെങ്കിലും ശിവൻ മഹാദേവൻ്റെ ആണെങ്കിലും, മഹാദേവൻ്റെ തന്നെ പലതുണ്ട്. മഹാഭാരതത്തിലുള്ളതുണ്ട്, രുദ്രാമളത്തിലുള്ളതുണ്ട്, പിന്നെ വേദസാരം എന്ന് പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇപ്പോൾ വേദസാരത്തിന് വലിയ പ്രചാരം ഉണ്ടായി വരുന്നൊരു കാലമാണ്. ധാരാളം പേര് ഇപ്പോൾ വേദസാര ചെല്ലണത്, മഹാഭാരതാന്തർഗതം ചെല്ലുന്നത് ഇപ്പോൾ കുറവാണ് തോന്നും. അതേമാതിരി തന്നെ പത്മപുരാണത്തിൽ വിഷ്ണു സഹസ്രനാമം ഇതപ്പോൾ പുതിയ പ്രചാരം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ധാരാളം റെക്കോർഡുകൾ ഇപ്പോൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷ്ണു സഹസ്രനാമം ഇത് മാത്രമല്ല, നമ്മളറിയണ മാത്രമല്ല, വിഷ്ണു സഹസ്രനാമം 6 വിഷ്ണു സഹസ്രനാമത്തിൻ്റെ പാഠങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിൽ എനിക്ക് കേട്ടിട്ടുള്ളത് 12ൻ്റെ കൂടുതൽ വിഷ്ണു സഹസ്രനാമങ്ങളുണ്ടെന്നാണ്. അതിൽ 6 ഇപ്പം തന്നെ ടെക്സ്റ്റ് ഉണ്ട്, നമുക്ക് തന്നെ തപ്പിയിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൽ പത്മപുരാണമാണ് മഹാഭാരതത്തിലെ കഴിഞ്ഞ ഏറ്റവും പ്രസിദ്ധം. അങ്ങനെ നോക്കുന്നത്. പിന്നെ ദേവിയുടെ ലളിത മാത്രമല്ല, എത്രയോ സഹസ്രനാമങ്ങളുണ്ട്. ഗണപതി ഭഗവാന്റെ തന്നെ ഗകാരത്തിൽ തുടങ്ങും, വെറും ഗ എന്നുള്ള അക്ഷരം മാത്രം വെച്ചിട്ടുള്ള സഹസ്രനാമമുണ്ട്. ശാസ്താവിന് ശാസ്ത്ര ശബ്ദം കൊണ്ട് മാത്രമുള്ള സഹസ്രനാമമുണ്ട്. അതേമാതിരി കാളിക്ക് കകാരാദി എന്ന് പറഞ്ഞിട്ടുള്ള കാ കൊണ്ടുള്ള സഹസ്രനാമമുണ്ട്. വളരെ രൗദ്ര സ്വഭാവമുള്ള സഹസ്രനാമമാണ് കകാരാദി. അപ്പോൾ ഇവിടെ ഇതിനൊക്കെ ഒരു ക്രമം, ഈ നാമങ്ങളെ ഘടിപ്പിക്കുന്നതിനൊരു ക്രമം കണ്ടാൽ ഇതിൽ ഒരു രസമാണ്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നോക്കാം. ആദ്യത്തെ 129 നാമങ്ങളും ഭഗവാന്റെ വിശേഷണങ്ങളാണ്. വാസ്തവത്തിൽ സഹസ്രനാമങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ നാമവും ഭഗവാന്റെ എന്തെങ്കിലും ഒരു ഗുണത്തിനെ കൊടുക്കുന്നതായിരിക്കും. ഇപ്പോൾ ഹരി എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
മായയെ വെട്ടുന്നവൻ എന്നർത്ഥം, നശിപ്പിക്കുന്ന. ഹര ശബ്ദം അതാണ്. മായയെ നശിപ്പിച്ച് ലയമുണ്ടാക്കുന്നതൊക്കെ ഇതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഹരം എന്നല്ലേ പറയുക. എന്ത് ഈ ഹരം? ഹരത്തിൽ ലയ സംഭവിക്കണത്. ശരിയായ ഹരം അതാണ്. അതിനെ ഹരിയെന്നും ഹരെന്നും പറയും. അത്രയേ ഉള്ളൂ. ആ ശബ്ദത്തിലാണ്. അതിലൊരു ബിന്ദുവും കൂടെ ചേർന്ന ഹ്രീംന്നുമായി, ഭുവനേശ്വരുടെ ബീജുമായി. താന്ത്രികമായിട്ട് നല്ല രസമാണ് ഇങ്ങനെ ആലോചിച്ച് പോയി കഴിഞ്ഞാൽ. ആത്മവിസ്മൃതി വന്നിട്ടുള്ള ആത്മാവായിട്ടുള്ള ഗജേന്ദ്രനെ രക്ഷിക്കാൻ വരുന്ന വിഷ്ണുവിൻ്റെ പേരതാണ്. മായയിൽ കുടുങ്ങിയ ഗജേന്ദ്രനെ രക്ഷിക്കാൻ വരുന്ന വിഷ്ണുവിനെ നാരായണെന്നോ വിഷ്ണുവെന്നോ ദാമോദരനോ മാധവനെന്നോ അല്ല പറയുക, ഹരി എന്നാണ് പറയുക. ഹരി അല്ലേ? അപ്പോൾ ഓരോ നാമം ഭഗവാന്റെ ഓരോ ഗുണമാണ്. വിഷ്ണു എല്ലായിടത്തും വ്യാപിച്ചവൻ, എല്ലായിടത്തും വ്യാപിച്ചവൻ. ആത്മയോനി, സ്വയം ആത്മാവും തന്നെ ജനിച്ചവൻ. ഇതൊക്കെ ഭഗവാന്റെ പേരുകളാണ് അല്ലേ? അപ്പം അങ്ങനെയുള്ള ആ നാമങ്ങൾ, വിശേഷണങ്ങളാണ് ആദ്യത്തെ 129. തത്വഗണങ്ങളുടെ ഈശ്വരൻ, ഗണങ്ങളെക്കൊണ്ട് സൃഷ്ടിയെ ചെയ്ത് സന്തോഷിക്കണവൻ, തത്വഗണങ്ങളുടെ നാഥൻ. തത്വഗണങ്ങൾ എന്താണെന്നൊക്കെ കുറച്ച് വിസ്തരിക്കണം. ഭാഗവതം മുമ്പ് ഈ മുതുവറ പറഞ്ഞിട്ടുള്ളത് യൂട്യൂബ് കിടപ്പുണ്ട്, സമയം കിട്ടുമ്പോൾ കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിൽ തത്വങ്ങളെ വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏകദന്തൻ, വളഞ്ഞ തുമ്പിക്കൈയോട് കൂടിയിട്ടുള്ളവൻ, ആനയുടെ മുഖമുള്ളവൻ, പെരുംവയറൻ. 8ാമത്തെ നാമം പറഞ്ഞത് പെരുംവയറൻ എന്നാണ് പറഞ്ഞത്. വലിയ വയറുള്ളവൻ. നാടൻ ഭാഷയെ പറയുമ്പോൾ നമുക്ക് ഭഗവാനെ എങ്ങനെ പറയാൻ പറ്റുമോ ചോദിച്ചു. സംസ്കൃതി പറഞ്ഞാലും അത് തന്നെയാണ് അർത്ഥം. പെരുംവയറെന്നാണ് വിളിക്കുന്നത് ഭഗവാനെ. വലിയ സന്തോഷമാണ് പെരുംവയറാന്ന് വിളിക്കുന്നത്. ഞാൻ തമാശയ്ക്ക് പറയാം, എൻ്റെ അമ്മ ഗണപതിയുടെ വലിയ ഭക്തിയായിരുന്നു. ചെറുപ്പം തൊട്ടിട്ട് എൻ്റെ കുട്ടിക്കാലത്ത് ഗണപതിയെ, എൻ്റെ അമ്മ ഒരിക്കലും ഗണപതി ഭഗവാന്റെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിക്കണം ഞാൻ കണ്ടിട്ടില്ല. പെരുംവയറ, തല്ലും അടിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വരട്ടിയിട്ടാണ് സംഭാഷണങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തും കുറച്ച് മുതിർന്നപ്പോൾ ചോദിച്ചിട്ടുണ്ട്, അമ്മയ്ക്ക് മര്യാദയ്ക്ക് ഭഗവാനോട് പറഞ്ഞോട് ചോദിച്ചാൽ അങ്ങനെ പറഞ്ഞൊരു സുഖമില്ലാന്ന്. അപ്പോൾ ഒരു ബന്ധമുണ്ടാക്കുമ്പോഴാണ് അത് സംഭവിക്കുക. അപ്പോൾ ഇവിടെ ഞാൻ പിൽക്കാലത്ത് ഇതൊക്കെ എടുത്ത് വായിച്ചു നോക്കുമ്പോൾ ഇതിൽ പല വാക്കുകളും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് സങ്കല്പിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കാണ് ഈശ്വരനുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് മനസ്സിലാവും. ഉദാഹരണത്തിന് വില്ലുമംഗല സ്വാമി, അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. അദ്ദേഹം പല ദേവന്മാരുടെ അടുത്തും തട്ടിക്കയറണ മാതിരിയാണ് സംസാരിച്ചിരുന്നത്. അസഭ്യവാക്കുകൾ ഉപയോഗിച്ചിരുന്നു. ചേർത്തല ഭഗവതിയെ പ്രതിഷ്ഠിച്ച കഥ നമുക്കൊക്കെ അറിയാം, പലർക്കും അറിയണമാണ്. അത് അറിയില്ല, ഐതിഹ്യമാല വായിച്ചാൽ മതി. അസഭ്യവാക്ക് പറഞ്ഞിട്ട് ആ ദേവി അവിടെ പിടിച്ചിരുത്തിയത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈശ്വരനുമായിട്ടുള്ള ബന്ധം ആ തലത്തിലെത്തുന്ന സമയത്ത് നമ്മളീ പറയുന്ന നല്ലത് ചീത്ത ഇങ്ങനത്തെ ഒന്നും അവിടെ ബാധിക്കില്ല. അത് ഹൃദയം കൊണ്ടുള്ളൊരു ബന്ധമാണ്. അവിടെയാണത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഭഗവാനെ എന്നിട്ട് കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള നാമങ്ങൾ, അനാസക്തൻ, നിർഭയൻ, മേഘഗംഭീരമായിട്ടുള്ള ശബ്ദമുള്ളവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ എല്ലാ കണ്ണുകളിലും വസിക്കുന്നവൻ, ലോകത്തിലുള്ള എല്ലാവരുടെ കണ്ണുകളിലും ഇരിക്കുന്നത് ഗണപതിയാണെന്നാണ് പറഞ്ഞു. അതേപോലെ മഞ്ഞപ്പട്ടുടുത്തവൻ, മുറിഞ്ഞ കൊമ്പുള്ളവൻ, ഇങ്ങനെയുള്ള വിശേഷണങ്ങൾ ഒരു 129 നാമങ്ങൾ. അവസാനം അസുരന്മാരെ നശിപ്പിക്കണമെന്ന് വരെ വരും. ദേവന്മാരെ സംരക്ഷിക്കണമെന്ന് 128ാമത്തെ നാമം. 129 അസുരന്മാരെ മർദ്ദിക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ 130 തൊട്ടിട്ട് 179 വരെ ഭഗവാന്റെ ഉത്ഭവവും സ്വരൂപത്തിനെയും സംബന്ധിച്ചിട്ടാണ്. ഭഗവാൻ എങ്ങനെ ഉണ്ടായി ആ കഥകളെ സൂചിപ്പിക്കുന്ന നാമങ്ങളാണ് കംപ്ലീറ്റ്. ശിവമുഖത്തുനിന്ന് ഉത്ഭവിച്ചവൻ, ശംഭുവിൻ്റെ കോപത്തുനിന്ന് ജനിച്ചവൻ, ഭഗവാൻ ചിരിച്ചപ്പോൾ ജനിച്ചവൻ, ഭഗവാന്റെ തേജസ്സായിട്ടുള്ളവൻ, ഗൗരിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ജനിച്ചവൻ, ഗൗരിയുടെ വിഷമം മാറ്റാൻ ജനിച്ചവൻ, ഗൗരിക്ക് സുഖത്തെ കൊടുത്തവൻ. അമ്മമാർക്ക് മക്കളെ കൊണ്ടാണല്ലോ സന്തോഷം ഉണ്ടാവേണ്ടത്. അങ്ങനെ അമ്മയ്ക്ക് സന്തോഷത്തെ കൊടുത്തവൻ, മതയാനയുടെ ദേഹം കിട്ടിയവൻ, വലിയ ചെവികളുണ്ടായവൻ, പർവ്വതത്തിനോളം വലിപ്പമുള്ളവൻ, ബ്രഹ്മാണ്ടത്തിനെ തൻ്റെ ശിരസ്സാക്കി വെച്ചിട്ടുള്ളവൻ, ഇങ്ങനെ ചിതാകാശത്തിനെ, നമ്മുടെ മനസ്സാകണ ആകാശത്തിനെ സ്വന്തം നെറ്റിയാക്കി വെച്ചിട്ടുള്ളവൻ, മസ്തകം. ഇങ്ങനെയൊക്കെ ഭഗവാന്റെ ഉത്ഭവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതും ഭഗവാന്റെ സ്വരൂപവുമായിട്ട്. ഭഗവാനെ കാണാൻ എങ്ങനെയാണ്? അതായത് സോമസൂര്യാഗ്നി ലോചനങ്ങൾ, ഇടത്തെ കണ്ണ് ചന്ദ്രൻ, വലത്തെ കണ്ണ് സൂര്യൻ, മൂന്നാം കണ്ണ് അഗ്നി എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ രൂപം, വിശ്വരൂപത്തിനെ പറയുന്ന 49 നാമങ്ങൾ പിന്നീട് വരും. അതിനുശേഷം ഒരു 15 നാമം ഭഗവാന്റെ സ്വഭാവം എന്താണെന്ന് പറയും. ഹൃദയാലാന നിശ്ചല എന്നാണ് പറയണത്. ഹൃദയമാകുന്നൊരു കുറ്റിയിൽ കൊണ്ടുപോയിട്ട് തളച്ചിട്ടാൽ അടങ്ങി നിൽക്കുന്ന ആനയാണെന്ന്. നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുപോയിട്ട് മൂപ്പരെ തളച്ചിട്ടാൽ നല്ല കുട്ടിയായിട്ട് അവിടെ മിണ്ടാണ്ടിരുന്നോളെന്ന്. ഭഗവാൻ അങ്ങനെയാണല്ലോ. അഹം ഭക്തപരാധീന എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഞാൻ ഭക്തന്മാരുടെ അടിമയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ഭഗവാനെ നമ്മുടെ ഹൃദയമാകണ ആനയുടെ ആ തളയ്ക്കണ കുറ്റിയിൽ കൊണ്ടുപോയിട്ട് തളച്ചിടാൻ. അപ്പോൾ ഭഗവാന്റെ സ്വഭാവം അങ്ങനെയാണ്. ഹൃദയമായിട്ടുള്ള താമരയുടെ നടുക്കുള്ള കർണിക, ആ പ്രതിഷ്ഠിക്കാനിരിക്കുന്ന ആ പീഠം ഉണ്ടല്ലോ, താമര തുറന്ന ആ ഉള്ളിലൊരു വട്ടം ഉണ്ടാവും.
ആ പീഠം ഭഗവാനാണ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെ പ്രതാപവാനാണ്, ഇങ്ങനെയൊക്കെ ആദിനാഥനാണ്. 195 നാമങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 196 തൊട്ടിട്ട് 211 വരെ ഒരു 7 നാമങ്ങളിൽ സ്ഥിതിയുടെ വർണ്ണന വരും. എവിടെയൊക്കെയാണ് ഭഗവാൻ ഇരിക്കുന്നത്, ഭഗവാന്റെ സ്ഥാനങ്ങൾ എന്താ ഈ ഭൂമിയിലെന്ന് പറയും. അതിനുശേഷം അംഗവർണ്ണന, ഭഗവാന്റെ ശരീരത്തിൻ്റെ വർണ്ണനകൾ ഏകദേശം 212 തൊട്ടിട്ട് 232 വരെ വരും. അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അംഗങ്ങളും ഭൂഷണങ്ങളുടെയും വർണ്ണന, അത് 234 തൊട്ടിട്ട് 292 വരെ വരും. അത് കഴിഞ്ഞിട്ട് വിശേഷമായിട്ടുള്ള ചില വർണ്ണനകൾ, ഭഗവാന്റെ ചില വിശേഷ ഗുണങ്ങളെ 293 തൊട്ടിട്ട് 361 വരെ വർണ്ണിക്കുന്നു. അതിനുശേഷം അകാരാദി അക്ഷരമാലാക്രമത്തിലുള്ള ഭഗവാന്റെ വർണ്ണന 362 തൊട്ടിട്ട് അനവധി നാമങ്ങൾ കൂടെ അവസാനം അത് ഏകദേശം 672 വരെ വരും. 673 വരെ വരും. 674 തൊട്ടിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ള സൂചനകളോട് കൂടിയിട്ട് ഏകദേശം 701 നാമങ്ങൾ വരെ വരും. സന്തോഷിപ്പിച്ചാൽ എന്ത് ഫലം കിട്ടുന്നും ഈ 701 നാമങ്ങളിലുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞ് 702 തൊട്ടിട്ട് 779 വരെ ഭഗവാന്റെ സമയരൂപത്തിലുള്ള വർണ്ണനയാണ്, കാലസ്വരൂപ വർണ്ണന എന്ന് പറയും. ഭഗവാനെ എങ്ങനെയാണ് സമയക്രമമായിട്ട് ബന്ധിപ്പിക്കുന്നത്, അതിൻ്റെ അകത്ത് ഒരുപാട് സൂക്ഷ്മ രഹസ്യങ്ങളുണ്ട്. വളരെ ഈവൻ ശ്രീവിദ്യാ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അനവധി കാര്യങ്ങൾ ആ നാമങ്ങളുടെ ഉള്ളിൽ കാണാൻ സാധിക്കും. 780 തൊട്ടിട്ട് 804 വരെ ഈ ലോകത്ത് എന്തൊക്കെ ഫിലോസഫിയുടെ സ്കൂൾസ് ഉണ്ടോ, തത്വചിന്തകളുടെ ആശയങ്ങളുണ്ടോ, പദ്ധതികളുണ്ടോ, ബൗദ്ധം, ജൈനം, ഇപ്പം നമ്മൾ മീമാംസ, നമ്മുടെ തന്നെ പൂർവ്വമീമാംസ, ഉത്തരമീമാംസ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ അല്ലെങ്കിൽ സാഖ്യം, പതഞ്ജലയോഗം, പുരാണങ്ങൾ, ശ്രുതി, വേദാംഗങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഗണപതി ഭഗവാന്റെ ശരീരം തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞാൽ 805 തൊട്ടിട്ട് 811 വരെ ദ്വന്ദ്വസ്വരൂപത്തിൻ്റെ വർണ്ണന, ഇരട്ട സ്വരൂപം, അതായത് ദ്വൈതമായിട്ടുള്ള ഭഗവാന്റെ വർണ്ണന. ആ ഏകദേശം 6 നാമങ്ങൾ മാത്രം തന്നെ നല്ലൊരു പ്രഭാഷണത്തിന് വിഷയമാണ്. നല്ല രസം അത്, എങ്ങനെ ദ്വൈതാദ്വൈതം മനസ്സിലാക്കണം ഭഗവാന്റെ ശരീരത്തിൻ്റെ വർണ്ണനയെ കൊണ്ടുവന്ന്. അത് കഴിഞ്ഞാൽ കർമ്മത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെയും ഉപാസനയുടെ സ്വരൂപത്തിലുള്ള ഭഗവാന്റെ വർണ്ണന വരുന്നു. അതിൽ മന്ത്രാക്ഷരങ്ങളൊക്കെ വരും അതിൻ്റെ ഉള്ളിൽ. ആ മന്ത്രം ഉപാസിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണങ്ങൾ കിട്ടുമെന്നുള്ളത് സൂചിപ്പിക്കുന്ന 812 തൊട്ടിട്ട് 819 വരെയുള്ള 7 നാമങ്ങൾ. വരെ പറയും. അതിനുശേഷം 964 തൊട്ടിട്ട് സമുദ്രങ്ങളും ഭൂമിയിലുള്ള ഗണ്ഡങ്ങളും ഭൂഖണ്ഡങ്ങൾ, ഇപ്പോൾ നമ്മൾ ഭൂമിയിലുള്ള രാജാക്കന്മാരെക്കുറിച്ചൊക്കെ പുരാണങ്ങളിൽ കാണും. അതുമാതിരി ഭൂപ്രദേശങ്ങളെക്കുറിച്ചുള്ള വർണ്ണനയുണ്ടാവും. അതുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള നാമങ്ങൾ വരും. 990 വരെ, 991 തൊട്ടിട്ട് 1000 വരെ വീണ്ടും ഭഗവാന്റെ ഗുണഗണങ്ങളെയും ഭഗവാന്റെ മഹിമയും വർണ്ണിക്കുന്ന ഒരു 9 നാമങ്ങളും കൂടെ പറഞ്ഞിട്ടാണ് ഈ സഹസ്രനാമ ഭാഗം വരുന്നത്. ഞാൻ അതിനുശേഷം വരുന്ന ഒരു അധ്യായം പാരായണം ചെയ്തിട്ട് പാരായണം ആചാര്യൻ തുടരും. എത്രാമത്തെ? 47. ഇത് ത്രിപുരദഹനത്തിൻ്റെ അധ്യായമാണ്. എങ്ങനെയാണ് ഗണപതി ഭഗവാന്റെ സഹസ്രനാമോപാസനയിൽ കൂടെ ശക്തി ആർജിച്ചിട്ട് ഒറ്റ അസ്ത്രം കൊണ്ട് മഹാദേവൻ ത്രിപുരത്തെ ദഹിപ്പിച്ച കഥ. അധഃസപ്തചത്വാരിംശോऽധ്യായ ത്രിപുരദഹനം. വ്യാസ ഉവാച നാംനാം സഹസ്രേ സംപ്രാപ്തേ പ്രസന്നോ ച ഗജാനനെ തതഃ കിമകരോദ്ബ്രഹ്മൻ ഹരസ്തത്കഥയസ്വ മേ. ബ്രഹ്മോവാച ഗണേശവരദാനേന നാംനാം ചൈവോപദേശത പ്രഹൃഷ്ടശങ്കരോ നൃത്യം ജഗർജജ മഹാസ്വന ആഹൂയസ്വഗണാൻ ദേവാൻ യുദ്ധാവസരമാദിശത് തേജഹർഷേണ ഹമതായയുർദേവാ ശിവാന്തികം ബ്രഹ്മാ കുബേരോധ പുരന്ദരോഗ്നി വായുശ്ച സോമോ വരുണോ അരമ്യാച ഗന്ധർവയക്ഷ ഗ്രഹകിന്നരാശ്ച സർവേ നമസ്കൃത്യ ശിവം സ്തുവന്ത ദേവാഊജു. മഹാദേവ ജഗന്നാഥ ജഗദാനന്ദദായക
त्वया हतं महादैत्यं कदा द्रक्ष्यामहे वयं स्थानभ्रष्टा वयं तेन कृत्वा विश्वविघादिना ब्रह्मोवाच एवं देववच श्रुत्वा पिनाकी निर्ययूमुदा गणेशं मनसा ध्यायन्युद्धाय कृतनिश्चय वेगेन भवनं प्राप्य देवगन्धर्वसंयुध तावच्च दैत्यजारेस्तु वृत्तान्तस्सन्निरूपित आगतसुरसैन्येन युद्धाय गिरिजावति तस्य सैन्यानाह्वयन्त शस्त्रैरस्त्रैश्च कञ्जुगै स च दैत्यो महानादो युद्धभूषणभूषित वीरानन्दायामास वासस्रग्भूषणैर्धनै अनेकयानसंस्थेषु योद्धुषु त्रिपुरं स्वयं आरुरोह महादैत्यो नादयन् विदिशोदिश ततो युद्धं समभवत् सेनयेरुभयोर्महत् शस्त्रैर्नानाविधैर्बाणैर्मर्मभेदिविराजसै असृङ्गिनदी प्रवाहो अभून् मार्गरोधनकारक शस्त्राहता बभुर्योधा पुष्पिता किंशुका इव केचिच्च दृढवैरेण जीवग्राहममारेन् केचित् कजेषु धृत्वैव शिरांसि चिच्युदुर्बलात् धावताम्र्यधिवीराणामश्वानां करुणामपि अङ्घ्रिपादभवोरेणुर्व्यानेशे रोदसी क्षणात् अन्धकारे घोरतरे न प्राज्ञायत किञ्चन चक्रुरेवं तदा युद्धं वीरा नानाविधावृशं जीविताशां परित्यज्य मर्तव्यो कृतनिश्चया अदृश्यन्तमृता देवा गदे रजसि वायुना विद्रुते सुरसैन्ये च हर्षिते त्रिपुरासुरे आययौ समरश्लाघी वज्रहस्तपुरन्दर शतकोटीं निरीक्ष्यैव दुद्रुवुद्दैत्यता चण्डव्रजप्रहरद केचिच्च भग्नचरणा केचिद्भग्नशिरोधरा केचिद्विदीर्णजठरा छिन्नस्कन्दभुजावरे छिन्नाश्वानां च वीराणां वाजिनां रथिनां तथा केषाञ्चिदुःखो भिन्ना जङ्घासु च हदावरे छिन्नगुल्भावरे पेधुर्मिषात् पेधुरधावरे निहतानामसर्पादैरजज्ञिरे निम्नगा बहु उत्साहवर्धनास्तेषां वीराणां जयकांक्षिणां ततश्चनेर्गर्जमानो ददर्श त्रिपुरासुर निहतं बहुधा सैन्यं शक्रं योद्धुमदाययौ बभ्राणं शक्रं दृष्ट्वैव किमर्थं मर्तुमिच्छसि अवैः युद्धाञ्जीवं स्त्वं न पुष्टं हन्मि वासव कादे शक्तिर्मया युद्धं कर्तुं तव सजीवते अजसिंहेन किं युद्धं करिष्यति वदस्व मे एहि युद्धस्व शक्तिश्चेन्नो चेद्गच्छ यदा सुखम् एवमुक्ते स्थिते शक्रेव वर्षे सायगान् बहून् सज्जं कृत्वा धनुर्दैत्यो देवसेनामदाडयत् एकस्मान् मन्त्रितात् बाणादसङ्ख्यादाययुश्चराः मृद्गन्धो देवगन्धर्वान् रोदसी समपूरयन् अन्धकारं पुनराभूद्बाणजालं निरन्तरं बद्बाणैरपि ते देवा व्यङ्गावेदुर्धरातले बलः न्यपतद्भूमौ प्रहारवशपीडित सर्वेषु देववर्येषु मूर्च्छितेषु महेश्वरः श्लाघयन्तं बहु गर्जयन्तं युद्धन्त्यं न्यभ्यजोजयत् मनसा अपूजयच्छम्भुस्तस्य दैत्यस्य पौरुषम् एतस्मिन्नन्तरे तत्र नारदो दृष्टुमाययौ पूजितप्रावदच्छम्भुं शृणुष्व नीललोहित त्वया चिन्ता न कर्तव्या त्रिपुरस्य वधं प्रति वक्ष्येदस्य वधोपायं तं कुरुष्व महेश्वर तेन पूर्वं तापोकारी दुष्करं ब्रह्मणोभिः आराधितो गजपति स तस्मै सर्ववाञ्छितं यद्यत्तेन वृतं देवो दत्तवान् विचारितं पुरत्रयं कामगममेकबाणाश्रितं महत् मरुद्गतिविहीनं तदभेद्यं सर्वनिर्जरै स एव मुक्तवान् गुह्यं शरणेकेन सस्तव पुरत्रयं भेल्स्येदेदे तस्मात् मृत्युमवाप्स्यसि ब्रह्मोवाच एवमुक्त्वा गते तस्मिन्नारदे मुनिसत्तमे मूर्छितान् विबुधान् शर्व सावधानमथाकरोत् सस्मारे भमुखवाक्यं स्मारितो नारदेन तु महाप्रयत्नमारेभे दैत्यराजवधाय स तेजसा सर्वनाशाय शक्तो देवो निजेच्छया रथं कुरूपं शशिसूर्यचक्रं यत्तारमिन्दीवरजं जगार धनुर्गिरीन्द्रं शरमच्युतं स धुर्याश्विनेयौ ऐजद्गिरीश आजम्यदेवं मनसा विचिन्त्य तेनोपदिष्टं जजापनाम्नां सहस्रमेकाक्षरमन्त्रयुक्तम् अमन्त्रयत्तेन पिनाकमुग्रम् अमन्त्रयन् महाबाणं
വിഷ്ണുരൂപം യഥാ ശിവ ചകമ്പേധരണ്യശേഷോ വനാനി ഗിരയോ വിജ ബഭ്രുമുഖഗണാ സർവേ ചുഗൂജുശ്ച മഹാരവാൻ ശബ്ദേന ജഗദവസ്യാപി വിഭ്രാന്താസുരമാനുഷ അമുഞ്ചത്തം യഥാ ബാണം തഥാ ദഗ്ധം നഭസ്ഥലം ഭൂമണ്ഡലം സപാതാളം ജ്വാലാമാലാഭിരഞ്ജസ ദൃഷ്ട്വാ പപാദൈത്യേന്ദ്രസൈന്യപുരസംശ്രയ ജവേനാഗച്ഛര സോപ്യദഹ ദൈത്യം പുരത്രയം ദൈത്യദേഹഗതം തേജോ ഭർഗദേഹേ ലയം യയൗ പശ്യതാം സർവസൈന്യാനാം ദൈത്യദാനവരാക്ഷസാം തതോ അന്തരീക്ഷേ വാഗാസീത് മുക്തോ ദൈത്യശിവാഹത തതസ്തേ തുഷ്ടുപുർദേവാ മുനയോ വിത്രിലോചനം ശംഭോ ജഗുർഗന്ധർവനിജയാശ്ചരണാശ്രുതിതൽപര നനൃതുശ്ചാപ്സരസംഘ കിന്നരാവാദ്യവാദക മുമ്പുജു പുഷ്പവർഷാണി നാരദാദ്യാസുരർഷയ യയു ശിവാജ്ഞയാ ദേവ സ്വം സ്വം സ്ഥാനം നിരാധയ നമസ്കൃത്യ മഹേശാനം ത്രിപുരാസുരഘാദിനം മുനിയോ വിനിരുദ്വേഗ സ്വസ്വാനുഷ്ഠാനതത്പര ആസംസ്തസ്മിൻ ഹതേ ദൈത്യേ വേദവേദാംഗശാലിന അഗ്നിഹോത്രാണി യജ്ഞാംശ്ച ദാനാനി ച വ്രതാനി ച ചക്രുസർവജനാ ഭൂമൗ പുനരുത്സാഹസംയുത ശൈലാദിഗണപസ്കന്ധൈ സർവൈ പാരിഷദൈരവി അകൃതാ പാരിഷദൈരവികൃതാവനാമത്രക്ഷോ വിഭജ്യതം മഹാരഥം ജയശബ്ദൈസ്തൂര്യശബ്ദൈർദേവദുന്ദുവി നിസ്വനൈ അലങ്കൃതം ശൈലരാജം കൈലാസം മുദിതോ യയൗ ത്രിപുരാരിതി സ്പഷ്ട തതോ നാമാസ്യ പപ്രദേ ഏവം മഹാഗണപതിർമന്ത്രസാമർത്ഥ്യമിതമീരിതം സഹസ്രനാംനാമഭി ച പ്രഭാവോയം നിരൂപിത ന വിജ്ഞാതോ മദന്യേന കസ്യാപി ന നിവേദിത പഠനാൽ ശ്രവണാദസ്യ സർവകാമഫലം ലഭേത്. ഇത് ശ്രീഗണേശപുരാണേ ഉപാസനാഖണ്ഡേ ബ്രഹ്മവ്യാസസംവാദേ ത്രിപുരദഹനം നാമ സപ്തചത്വാരിംശോऽധ്യായ സർവത്ര മഹാഗണപതിനാമസങ്കീർത്തനം. ഗം ഗണപതയേ നമഃ.